ഓക്കെ, ഏവർക്കും ഈ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഓക്കെ, അതായത് ഇവിടെ ഒരു അസംഷൻ ഉണ്ട്. പീപ്പിൾ അറ്റ്ലീസ്റ്റ് എൻ്റെയൊക്കെ ചെറുപ്പത്തിലുണ്ട്. പീപ്പിൾ ഹൂ ഡസ് ഹാവ് എന്താ പറയുക റിലേഷൻഷിപ്പ് പ്രോബ്ലം ജനറലി ടെൻ ടു ബിക്കം ബെറ്റർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്നാണ് അന്ന്. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ അത് എന്തായാലും ഇതാണ്. പക്ഷേ ഒരു ഇപ്പം നിങ്ങളൊരു എന്റർപ്രൈസ് കമ്പ്യൂട്ടിംഗ് വരുമ്പോൾ അവിടെ ഒരു മാറ്റമുണ്ട്. പീപ്പിൾ ഹൂ ആർ എന്താ പറയുക പ്രോഗ്രാമിംഗ് ഒരു ഡെമോഗ്രാഫിക് ഫിനോമിന മാതിരി, അത് ലാംഗ്വേജ് ആയിക്കോട്ടെ, ഡെവലപ്മെന്റ് മെത്തഡോളജി ആയിക്കോട്ടെ, ഒരു ലോവസ്റ്റ് കോമൺ ഡിനോമിനേറ്റർ അപ്രോച്ച് എടുത്തിട്ട് നടത്തുന്ന ഒരു ആക്ടിവിറ്റിയാണ്. പഴയമാതിരി ഇപ്പൊ എന്താ പറയാ ഒരു ജിറാഫ് നെക്കഡ് യൂണിക്സ് ഹാക്കറോ അല്ലെങ്കിൽ വിൻഡോസിന്റെ ഇന്റേണൽസും മറ്റേ പ്രോസസർ ആർക്കിടെക്ചർ ഒക്കെ കുത്തിയിരുന്ന് പഠിക്കുന്ന ആ ടൈപ്പ് മൈക്രോ എഞ്ചിനീയേഴ്സിന്റെ കാലഘട്ടം അറ്റ്ലീസ്റ്റ് അത് വളരെ ഒരു ചെറിയ ഏരിയയിലേക്കും PhD കാരയിലേക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എങ്കിലും പൊതുവെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ ഹൂ വാണ്ട് പ്രൈവസി ജനറലി ടെൻ ടു എക്സൽ ഇൻ കോഡിങ്. അവര് ആദ്യ കാലങ്ങളിലൊക്കെ സോഫ്റ്റ്വെയറിൽ വളരെയേറെ ഗ്രോ ചെയ്യുകയും ഓക്കെ ഇൻ ഫിനാൻഷ്യൽ സ്റ്റാച്ചർ ആസ് വെൽ അവരുടെ കൂടെയുള്ളവരെക്കാളും പല സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും ഒരു ബേസിസ് പോയിന്റിലൊക്കെ പേയ്മെന്റ് ഒക്കെ കമാൻഡ് ചെയ്യും. പക്ഷെ അറ്റ് സം പോയിന്റ് ഇൻ ടൈം ആഫ്റ്റർ 5 or ഉണ്ടാണെങ്കിൽ ഒരു 7-8 years, ഇപ്പൊ ഒരു 5 years കഴിയുമ്പോൾ ആൾ ഓഫ് എ സഡൻ എവറി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഫൈൻഡ്സ് ഹിംസെൽഫ് ഇൻ എ സിറ്റുവേഷൻ വെയർ പുള്ളി ലോ എസ്റ്റീമിൽ ഉണ്ടാക്കിയിരുന്ന ആൾക്കാർ ഓപ്പറേഷൻ റോളിലോട്ട് ഒക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് they make more money as well as they get into better companies. അതായത് ഒരു കോർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. ഒരു ആമസോണിലും മറ്റേ ഗൂഗിളിലും മൈക്രോസോഫ്റ്റിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ഹി ഹാസ് ടു സ്ട്രഗിൾ വിത്ത് ലോട്ട് ഓഫ് തിങ്സ്. ആൻഡ് പിന്നെ അതൊരു നല്ല വേ ഓഫ്, അതായത് പല ഇന്ത്യൻ ലൈഫ് അപ്രോച്ചസ് ആയിട്ട് അതിനൊരു ചെറിയൊരു ഓർത്തോഗോണാലിറ്റി ഉള്ളതുകൊണ്ട് മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് ഡു ഇറ്റ്. പിന്നെ ഈ എന്താ പറയുക IITയുടെ എൻട്രൻസ് എഴുതി അല്ലെങ്കിൽ IITയുടെ എൻട്രൻസ് എഴുതി കിട്ടിയില്ല. നോർത്ത് ഇന്ത്യയിലെ കുറെ പിള്ളേരും അധികം പരിസരബോധമില്ലാത്ത കുറെ പിള്ളേര് ഈ പരീക്ഷയൊക്കെ പാസ്സായി അവിടെ പോയി ചിലപ്പോൾ അങ്ങനെ ഒരു മെക്കാനിക്കൽ ലൈഫ് നയിക്കുന്നവർക്കാണ് അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പീപ്പിൾ ഹൂ ഡിഡ് ഗെറ്റ് ദ നാക്ക് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, പിന്നെ അത് ഒരു അതിനെ ചുറ്റിപ്പറ്റി പല ഇന്റലക്ച്വൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുമ്പോൾ ഒരു ടെക്കി മടി ഇവരിൽ വെക്കുന്നത് കാണാം. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മടി ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കണേ. അറ്റ്ലീസ്റ്റ് സപ്പോർട്ട് ജോബ്സിലുള്ളവരൊക്കെ ഓപ്പറേഷൻ റോളിലോട്ടും മുകളിലോട്ടൊക്കെ പോകുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ അവർക്ക് ബെറ്റർ ആയിട്ട് അസിൻക്രോണി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഹൂ ഫോക്കസസ് ഹിംസെൽഫ് ഓൺ ഇംപ്രൂവിംഗ് ദ ട്രേഡ് ഓൺ ഹിസ് അക്കംപ്ലിഷ്മെന്റ് generally after first 5-10 years he is under some kind of a crisis. അത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഓപ്പറേഷണൽ റോളിലോട്ടും പിന്നെ അവിടെ നിന്ന് സ്ട്രാറ്റജിയിലോട്ടും. ഇപ്പോൾ സ്ട്രാറ്റജി ആണെങ്കിലും ദർ ആർ ചലഞ്ചസ്. ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഈസ് ടു ഡീറ്റെയിൽ ഓറിയന്റഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും പൊതുവേ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുത്തിട്ട് വീട്ടിലിരിക്കുന്നത് കാണാം. പക്ഷേ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് വേറെ മറ്റ് പ്രൊഫഷൻസിനെ അപേക്ഷിച്ച്. അതായത് ട്രെയില് വേണ്ട. നിങ്ങളൊരു ഓപ്പറേഷൻസ് ആളാണെങ്കിൽ നിങ്ങൾ എത്ര പേരെ മാനേജ് ചെയ്തു, എത്ര കാലം മാനേജ് ചെയ്തു, നിങ്ങൾ ഈച്ച് ജോബ് ഹോപ്പിൽ നിങ്ങൾ എത്ര പേരെ എങ്ങനെ ചെയ്തു, അതിൻ്റെ റവന്യൂ ഇംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇന്ന സ്ഥാനത്ത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനെ മോസ്റ്റ്ലി അയാളുടെ ഇപ്പോൾ ഈവൻ ഇഫ് ഗ്യാപ്പ് ഒക്കെ വന്നാലും അയാളുടെ ടെക്നിക്കൽ നോ ഹൗ ആൻഡ് നോ വൈ അതിലാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റ്ലെസ്നെസ് ഉണ്ട്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാൻ പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഓപ്പറേഷൻസ് ആൻഡ് സ്ട്രാറ്റജിക് റോളിൽ അൺലസ് യു സ്റ്റാർട്ടപ്പ് പറ്റില്ല. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ഒരു പ്രിവിലേജ് ഉണ്ട്, അതായത് മിനിമം ഗ്യാരണ്ടി. അപ്പോൾ എവറി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വർക്ക് ഇസ് സോൾട്ട് ആ മിനിമം ഗ്യാരണ്ടിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അറ്റ്ലീസ്റ്റ് ദേ ആർ ഹാപ്പി അബൌട്ട് ഇറ്റ്. ബട്ട് സോഷ്യൽ സ്പെക്ട്രത്തിൽ കോമ്പൻസേഷൻ ഗെയിമിലും മറ്റേതൊക്കെ പുറകെ പോകുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ എവരിബഡി ഇവൻച്വലി മനസ്സില്ലാ മനസ്സോടെ അറ്റ്ലീസ്റ്റ് റോളായിട്ടെങ്കിലും ഓപ്പറേഷൻസ് എടുക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ
അപ്പൊ ആദ്യത്തെ പ്രോബ്ലം ഉണ്ട്, ഐ എം എ ടെക്കി ബിക്കോസ് ഹെൽ ഈസ് അതർ പീപ്പിൾ. അതായത് ഈ ഒരു ഹെൽ ഈസ് അതർ പീപ്പിൾ എന്നുള്ളൊരു അഡാജ് ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ വേദാന്തത്തിൽ 3 തരം ദുഃഖമുണ്ട്. ആ, ആധ്യാത്മിക ദുഃഖം, അതിഭൗതിക ദുഃഖം, അതിദൈവിക ദുഃഖം. അപ്പൊ അതിഭൗതിക ദുഃഖം ആണ് മെയിൻ പ്രശ്നം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ മറ്റ് ശത്രുക്കള്, അങ്ങനെ ഈ മനുഷ്യരുടെ രൂപത്തിൽ തന്നെ വേണമെന്നില്ല, സ്നേക്സ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളുണ്ട്. അതായത് ഈ അതർ എൻറ്റിറ്റീസ് ആണ് നമ്മുടെ ലൈഫിലെ പലപ്പോഴും ഇതുണ്ടാവും. ഇപ്പൊ നമ്മള് പേഴ്സണൽ ബി ഹാപ്പി ബട്ട് അറ്റ് ദാറ്റ് ടൈം പെട്ടെന്നൊരു കമ്പാരിസണിലേക്ക് വരിക. ആൾക്കാർ ക്രൈറ്റീരിയ മാറ്റുമ്പോൾ ഓൾ ഓഫ് എ സഡൻ യു ആർ സപ്പോസ് ടു yield ടു പീപ്പിൾ whom യു കൺസിഡർ ആസ് ലെസ് ഇൻഫീരിയർ. അപ്പോൾ ഓപ്പറേഷൻസ് റോൾ എടുക്കാൻ നോക്കുമ്പോഴാണ് 3 ട്രീറ്റ്സ് ഭയങ്കരമായിട്ട് ഒരു വർക്കിനെ, അതായത് ഒരു സ്പാൻ, അതായത് എത്ര മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യണം, അത് മാത്രമല്ല ഇന്റൻസിറ്റി, അതായത് ഒരു മണിക്കൂറിൽ എത്ര ത്രൂപുട്ട് വേണം, അല്ലെങ്കിൽ എത്ര കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം. പിന്നെ ടൈം ബൗണ്ടഡ്, സമയബന്ധിതമാണോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടെക്നോളജിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് ഒക്കെ ഈ ചാറ്റ് GPT അല്ല, ഈ LLM വന്ന പശ്ചാത്തലത്തിലല്ല, എല്ലാത്തൊരു പശ്ചാത്തലത്തില് എത്ര ഒരു എന്താ പറയാ, ഈ ഒരു ടെക്കിയുടെ ലൈഫ് അത്ര ടൈം ബൗണ്ടഡ് അല്ല. ഒരു കാലത്തൊരു ഒരു ഒരു കോള്, ചിലപ്പോൾ ഒരു വൈകുന്നേരം ഒരു കോള്, സ്പൊറാഡിക് ആയിട്ടല്ല, എഴുതുന്ന 2-3 കോൾ ഉണ്ടാവുള്ളൂ. എന്ന സ്ഥാനത്ത് ഒരു ഓപ്പറേഷൻസ് ആണോ, ഓപ്പറേഷൻസ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രൊഡക്റ്റ് മാനേജ്മെന്റ്, പ്രോഗ്രാം മാനേജ്മെന്റ്, HR, അങ്ങനത്തെ ഉള്ള റോളുകളിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കോർഡിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പൊ ടൈം ബൗണ്ടഡ്നെസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്പാൻ, ഇന്റൻസിറ്റി, ടൈം ബൗണ്ടഡ്നെസ്. സ്പാൻ എന്ന് പറഞ്ഞാൽ എത്ര നേരം, ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മണിക്കൂറും എത്ര എനർജി നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യണം, എത്ര ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം. ടൈം ബൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സമയബന്ധിതമാണോ എന്നുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടുള്ളൂ. അപ്പൊ അതൊരു വലിയ പ്രോബ്ലമാണ്. അപ്പൊ സ്പാനും ഇന്റൻസിറ്റിയും ഉണ്ടെങ്കിൽ ഉള്ള ഒരു വർക്ക് എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ടൈം ബൗണ്ടഡ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും, അതിൽ ഉണസീലെത്തും. കാരണം ഇത് 3ഉം കൂടി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ കൊണ്ട് പൊതുവെ താങ്ങാൻ പറ്റാറില്ല. ഇപ്പോ സ്പാനും ടൈം ബൗണ്ടഡും ആണ്, എന്നുവെച്ചാൽ ഇന്റൻസിറ്റി ഉണ്ടെങ്കിൽ പ്രശ്നം. അപ്പൊ ഇന്റൻസിറ്റി പ്ലസ് ടൈം ബൗണ്ടഡ് ആണെങ്കിൽ സ്പാൻ പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും പല സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് മൺഡേ ടു ഫ്രൈഡേ ദേ ആർ വില്ലിംഗ് ടു വർക്ക് ടു എനി എക്സ്റ്റെൻഡ്. പക്ഷേ വെള്ളിയാഴ്ച വൈകുന്നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച, ഇത് മോസ്റ്റ് ടെക്നിക്കൽ പീപ്പിൾ ഡോണ്ട് ലൈക്ക് ഗെറ്റിംഗ് ഇന്ററപ്റ്റഡ് ഡ്യൂറിങ് ദ വീക്കെൻഡ്. പക്ഷേ ഈ ചില ഇപ്പോ പ്രൊഡക്ഷനിലോട്ട് പോയ ആഴ്ച, പിന്നെ ചില സ്ഥലത്ത് ടേൺ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കുറെ ഇറിറ്റേറ്റിംഗ് ന്യൂസൻസ് ഉണ്ടെങ്കിലും പീപ്പിൾ, ഇഫ് ഇറ്റ് ഇസ് സിങ്ക്രണസ് എവരി ക്വാർട്ടറിൽ 2 ദിവസം, അങ്ങനെയൊക്കെയാണ് ഇതേ പീപ്പിൾ മാനേജ്. പക്ഷേ ഈ എക്സ്റ്റംപോർ എന്താ പറയുക, ശനിയാഴ്ച ഞായറാഴ്ച വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു താല്പര്യമില്ല, അവർക്കൊരു എന്താ പറയുക കുറച്ചിലും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ അടുത്ത ചോദ്യം, ക്യാൻ യു വർക്ക് ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ടിൽ യു ഡൈ? ഓക്കെ, ഇഫ് യു ആർ വില്ലിംഗ് ടു ആക്സെപ്റ്റ് ഒരു സ്ലോ ഗ്രോത്ത് കമ്പയർഡ് ടു അതർ പീപ്പിൾ, യു ക്യാൻ ഡൈ ഇറ്റ്. പക്ഷേ യു ക്യാൻ ഡു ഇറ്റ് എന്നാണ് വെപ്പെങ്കിലും, ആൻഡ് പീപ്പിൾ ദർ ഇസ് എ ഫീലിംഗ്, അതായത് അയാള് ഒരു അമ്മാവനായി, അല്ലെങ്കിൽ അയാളൊരു കളവനായി, അപ്പൊ അയാളെ കൊണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് ഇത് ചെറുപ്പക്കാരുടെ പണിയാണ്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റിഗ്മ ഉള്ളപ്പോൾ മിക്ക കമ്പനികളും എടുക്കുക പോലും ഇല്ല. പണ്ട് 2007 ഒരു പരസ്യം കണ്ടു, 33 വയസ്സിന് താഴെയുള്ളവര് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വന്നാൽ മതി, അത് കഴിഞ്ഞിട്ട് സ്ട്രാറ്റജിക് റോളിലോട്ടൊക്കെ പോകേണ്ട ടൈമായി. അപ്പൊ ആ സമയത്ത് എനിക്ക് 35 വയസ്സുണ്ടായിരുന്നു. അപ്പൊ എന്നെ ഒരുത്തൻ കളിയാക്കി, കണ്ട ഈ JD-ലൊക്കെ പറഞ്ഞ മാതിരി അത് ചെയ്യണതിന് വരെ ഇവിടെ ഇരുന്നിട്ട് ടെക്നോളജി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോ ടു മൈ സർപ്രൈസ് ഈ പ്രസ്തുത കക്ഷിക്ക് 35 വയസ്സായപ്പോ പുള്ളി ഞാൻ വർക്ക് ചെയ്യുന്ന അതേ ബേയില് ഒരു കമ്പനിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവനോട് ചോദിക്കട്ടെ, 35 നിർത്താറായില്ലേ എന്ന്. അപ്പൊ ലാസ്റ്റ് പിന്നെ പുള്ളി കാല് പിടിച്ചു. അതായത് ദ മോറൽ ഓഫ് ദി സ്റ്റോറി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ബിയോണ്ട് എ സർട്ടൺ പോയിന്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട്, അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് മാത്രമല്ല, യു ഹാവ് ടു ഹാവ് കൺസൾട്ടിങ് സ്കിൽസ്, അങ്ങനത്തെ, അതായത് ഒരു
ഡെലിവറി മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വി നീഡ് ടു ടേക്ക് ലീഡർഷിപ്പ് ഓഫ് സം കൈൻഡ്, ഇഫ് നോട്ട് ഓപ്പറേഷണൽ. ഓക്കെ, അപ്പോ ഓപ്പറേഷൻസ് ഒരു ഇമ്പറേറ്റീവ് ഉണ്ട് അവിടെ. അപ്പോൾ അത് എടുക്കാതെ ചെയ്യണമെങ്കിൽ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് വഴിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഓപ്പറേഷൻസ് എടുക്കേണ്ടി വന്നാൽ തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ചോയ്സ് എന്നാൽ GPT സ്റ്റാർട്ടപ്പ് ഐ എം വില്ലിംഗ് ടു ടേക്ക് എൻ ഓപ്പറേഷൻ. കാരണം ദേർ ഐ വിൽ ബി ഡൂയിങ് ഇറ്റ് ആസ് എ റോൾ. അപ്പോൾ അത് ഡെസിഗ്നേഷൻ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സി all these years, okay, even if I was doing architecture, design, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രീ സെയിൽസ് ഒക്കെ ചെയ്യുമായിരുന്നെങ്കിലും, മറ്റേ ഹൗ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഈസ് ബീങ് ഡൺ, അല്ലെങ്കിൽ ഇപ്പൊ പുതിയ പ്രോഗ്രാമിംഗ് മോഡൽസോ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നോക്കുന്നതുകൊണ്ട് ഇപ്പൊ സ്റ്റിൽ ഐ കൺസിഡർ മൈസെൽഫ് ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അപ്പോൾ അതർ തിങ്സ് ഐ ക്യാൻ ടേക്ക് ഇഫ് ഇറ്റ് ഈസ് എ റോൾ. അപ്പൊ റോളായിട്ട് അതിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഡെസിഗ്നേഷൻ ആകുമ്പോൾ തൊറ്റുന്നു ഇതിന് 1-2 കഴിയുമ്പോൾ പിന്നെ യു കാൺ എവർ ഡു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് എടുക്കാം. യു ക്യാൻ ആക്ച്വലി അഫോർഡ് ടു ഓക്കെ എന്താ പറയാ ടേക്ക് സെഗ്വേസ്. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ ഏത് സമയത്ത് തിരിച്ചു വന്നാലും വാട്ട് യു നോ അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം ഡസ് മാറ്റർ. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു കാര്യമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു വേൾഡ് ക്ലാസ് SME ആവാം. ഇപ്പൊ SME ആവാന്ന് വെച്ചാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ AIML അതിൽ SME ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ then there are actually lot of challenges. Everybody will create noise. I am also ഒരു SME in മറ്റേ എന്താ പറയാ AI എന്ന് പറയും. ഇപ്പൊ .NET ജാവ ഡെവലപ്മെന്റ് ആണെങ്കിലും അതും ഒരു എന്താ പറയാ ഒരു ആർക്കിടെക്ട് ലെവലിൽ പിന്നെയും അതൊക്കെ സാധിക്കും. പക്ഷേ ഒരു സ്പെഷ്യലിസ്റ്റ് ഇപ്പൊ പിന്നെ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ന്യൂമറിക്കൽ കമ്പ്യൂട്ടിംഗ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, ഇങ്ങനത്തെ ഏരിയാസിലോട്ട് പോകണം. പക്ഷെ അതിനൊക്കെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ചുകൂടി ഒരു കേരളത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് അതിനുള്ള ഒരു ഓപ്ഷൻസ് കിട്ടണമെന്നില്ല. അപ്പോ എന്താ പറയാ ഒരു കൺസൾട്ടിങ് അപ്രോച്ച് എടുത്തിട്ട് ഒരു നല്ല SME ആണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സബ്ജക്ട്സിലൊക്കെ നിങ്ങൾക്ക് കോമ്പറ്റൻസ് ഉണ്ടെങ്കിൽ വി ക്യാൻ പെർഹാപ്സ് ക്രൂസ് ത്രൂ ആസ് എ കൺസൾട്ടന്റ് ബൈ മെയിൻറ്റെയിനിങ് യുവർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് interest. So of all these years I have been trying to do that. Sometimes okay, pressure do come. For example, even after working this much claiming ഇതിന്റെ കോമ്പൻസേഷൻ കുറവാണ്. അപ്പൊ അങ്ങനെ ആൾക്കാർ നമ്മൾ പറയുമ്പോൾ നമ്മൾ പോയി കോംപ്ലക്സ് അടിച്ച് വല്ല സ്റ്റാർട്ടപ്പിലൊക്കെ പോയി പിന്നെ 3-4 കൊല്ലമൊക്കെ കളയുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വരാം. അപ്പൊ ആ പ്രഷർ വരും. അതാണ് ഒരു അപ്പൊ യു ഷുഡ് ബി അതാണ്. അപ്പോ എക്കണോമിക് ഓപ്പർച്യൂണിസം വെച്ചിട്ട് റോൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ വിൽഫുൾ പോവർട്ടി, അതായത് ഇപ്പൊ ഫോർ മീ ഗോയിങ് ടു ബാംഗ്ലൂർ എനിക്ക് ഡെമോഫോബിയ ഉണ്ട്. ഓക്കെ, എന്തിനും പറഞ്ഞാരെങ്കിലും. ഓക്കെ, അപ്പോ ഈ വിൽഫുൾ പോവർട്ടി എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോ ഇനിയിപ്പോ നമ്മള് ഓപ്പറേഷൻസ് റോളിൽ പോയാൽ തന്നെ ഒരു ഇന്ത്യൻസ് ഒരു പ്രൈവസി നോംസ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് ഒരു ഓൾഡ് ബോയ്സ് നെറ്റ്വർക്കിന്റെ ഭാഗമാവാതെ ഈ ഓപ്പറേഷൻ വെൻ യു ആർ എ ടെക്കി അറ്റ്ലീസ്റ്റ് ഒരു കാർട്ടെ ബ്ലാൻഷ് അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്നോളജി സംസാരിച്ചു കഴിഞ്ഞാൽ മറ്റേ ഒരു ബ്ലാങ്ക് ചെക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. അതായത് ഒരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് റെഫർ. പക്ഷെ ഓപ്പറേഷൻസ് ഒക്കെ ആകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ആൾക്കാർ റെഫർ ചെയ്യില്ല. ഒരു ഓൾഡ് ബോയ് ഒരു ക്ലസ്റ്ററിങ് എഫക്റ്റ് ഉണ്ട്. ഈ ഓപ്പറേഷൻസ് ആൾക്കാരുടെ നെറ്റ്വർക്ക്, ബിസിനസ് അനലിസ്റ്റ് അവരുടെ നെറ്റ്വർക്ക് ഉണ്ട്, ക്വാളിറ്റി അഷുറൻസിന് അവരുടെ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ ആൾക്കാർക്ക് അവരുടേതായ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ യു നീഡ് ടു ഹാവ് എ വൈഡർ സോഷ്യൽ സർക്കിൾ ഇൻ ഓർഡർ ടു സർവൈവ് ഇൻ ദാറ്റ് റോൾ. സ്ട്രാറ്റജി ആണെങ്കിൽ പറയാൻ പോലും വേണ്ട, അലൂമിനിയ നെറ്റ്വർക്ക് ഇതൊക്കെ മാനേജ് ചെയ്യണം. അപ്പോൾ സിൻസ് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ഇറ്റ്സെൽഫ് ഇസ് എ പ്ലോട്ട് അഗെയിൻസ്റ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഐദർ ഇഫ് ഹി ഡസൻ ഗോ അപ്പ് ഇൻ ദ ലാഡർ, പുള്ളിക്ക് ഹൊറിസോണ്ടലി എക്സ്പാൻഡ് ചെയ്യാന്നേ പറയാൻ പറ്റില്ല. എന്നാലേ പുള്ളി സോഫ്റ്റ്വെയറിലോട്ട് എന്തിനാണോ വന്നത്, എന്തിനാണോ പുള്ളി അത് എൻജോയ് ചെയ്തത്, ആ സാധനം പുള്ളിക്ക് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അത് വേണം. അപ്പോൾ ഒരു ഓൾഡ് ബോയ്സ് നെറ്റ്വർക്കിന്റെ ഭാഗം വരും. പിന്നെ സ്റ്റാർട്ടപ്പ് ആണ്, അതായത് വർക്ക് ഇൻ ലൊണാറ്റിക് മോഡ് ആൻഡ് ട്രൈ ടു ഈസ് ലേറ്റർ. സ്റ്റാർട്ടപ്പിൽ പോയി ആൻഡ് ഇഫ് സ്റ്റാർട്ടപ്പ് സക്സീഡ്സ് എവറിത്തിങ് ലുക്സ് റോസി, ബട്ട്
in order to get into a startup ecosystem, either you should create a network or you have to be part of some kind of a network. അപ്പോൾ ഓൾഡ് ബോയ്സ് പ്രോബ്ലം വീണ്ടും വരികയാണ്. അല്ലാണ്ട് ഇപ്പോൾ റാൻഡം ഇൻഡിവിജ്വൽസ് വന്നിട്ട് ഒരു സ്റ്റാർട്ടപ്പ് വിജയിക്കുന്നത് അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. കാരണം ഫണ്ടിങ് വിൽ ബി solicited by one person, then he will appoint an operations guy, some kind of a VP, and then he and his network has to run the startup. അല്ലാതെ ഈ എന്താ പറയാ, ഈവൻ ഇൻവെസ്റ്റർ ഇപ്പോ ഫണ്ട് മാനേജർ ഈ മറ്റേ CEO ചിലപ്പോൾ അയാളായിരിക്കും ഇൻവെസ്റ്റർ തന്നെ, പക്ഷെ അയാള് ഇത് ഔട്ട്സോഴ്സ് ചെയ്യണേ ഒരു ഓപ്പറേഷൻസ് കക്ഷി. അപ്പോ യു ഹാവ് ടു ബി പാർട്ട് ഓഫ്, അതുകൊണ്ട് വർക്ക്സ് ഓൺലി ഇൻ തിയറി എന്ന് പറയും. ഇനിയിപ്പോ സ്റ്റാർട്ടപ്പിൽ നിങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓക്കെ ഇറ്റ് സക്സീഡഡ്, സോ ദെൻ പീപ്പിൾ വിൽ ആക്ച്വലി മൂവ് ടു ദ നെക്സ്റ്റ് സ്റ്റാർട്ടപ്പ്. അല്ലാണ്ട് അവരാരും ഒരാളെ പുറത്തേക്ക് നീ അധോലോകത്തേക്ക് എറിയ മാതിരിയാ. പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സം കൈൻഡ് ഓഫ് ഹെവി ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഊരി വരാൻ പറ്റുള്ളൂ. അപ്പോ അതൊരു വലിയൊരു പ്രോബ്ലം ആണ്. അപ്പോ ഈ എന്താ പറയാ, മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് ആവും. അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് വളരെ കുറച്ച് പേരെ അവിടെ എത്താറുള്ളൂ. IIM പോകണം, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാർട്ടപ്പ് സ്കെയിൽ ചെയ്യുമ്പോൾ ആവണം, അല്ലെങ്കിൽ ആക്സിഡന്റലി ഓർഗനൈസേഷനിൽ ബബിൾ ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു സപ്പോർട്ട് ഓപ്പറേഷൻസ് റോളിലുള്ളവരാണ് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അങ്ങനെ ഒരു CTO എന്നുള്ളൊരു പോസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അല്ലാതെ ഒരു ഇതാണ്. അപ്പോൾ ടോക്സിക് നെറ്റ്വർക്കിങ്ങും എല്ലാ പ്രശ്നമുണ്ട്. അപ്പൊ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എങ്ങനെ അയാളുടെ വർക്കിന്റെ വെർത്തിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെ കരിയർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പീപ്പിൾ ടേസ്റ്റ്. ഓക്കെ, സം പീപ്പിൾ ആർ വില്ലിംഗ് ടു ഇൻ എ ലോങ് സ്പാൻ വിത്ത് ഇന്റൻസിറ്റി, പ്രൊവൈഡഡ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ടൈം ബൗണ്ടഡ്. അവിടെ ഇപ്പോൾ ഡെലിവറിയുടെ ഒക്കെ ഒരു ഫ്ലെക്സിബിലിറ്റി അവർക്ക് വേണം. സം പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് ഇന്റൻസ് വർക്കിന്റെ ടൈം വരുന്നതിന്. പിന്നെ അപ്പോൾ അവർക്ക് സ്പാൻ കുറവേ പറ്റുള്ളൂ. അവർക്ക് 9 to 5 അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഇത് ചെയ്യണം. ഇനിയിപ്പോ അങ്ങനെ പല ടെമ്പർമെന്റ് ഉള്ള ആൾക്കാരുണ്ട്. ഇത് മൂന്നും കൂടി ഒരുമിച്ച് വന്നാലേ ഓപ്പറേഷൻസ് റോളും സ്ട്രാറ്റജി റോളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ അത് എടുക്കണമെങ്കിൽ തന്നെ ഈ ടെമ്പർമെന്റ് കൾട്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞ സാധനം, ഫോർ എക്സാമ്പിൾ ഇതിൽ ഏതെങ്കിലും ഒരു 2 എണ്ണം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ലൗസീസ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഡു ഗോ അപ്പ്. കാരണം അവർക്ക് ഇത് പ്രശ്നമല്ല. ദേ ആർ വില്ലിംഗ് ടു ഒരു എന്താ പറയുക ഹാപ്പി ഗോ ലക്കി, അല്ലെങ്കിൽ ഒരു മറ്റേ എന്താ പറയാ റോളിംഗ് സ്റ്റോൺ അപ്രോച്ചിൽ അവർ ഇത് ചെയ്യും. പക്ഷെ എങ്ങനെ ഈ ടെറിട്ടറിയിൽ എങ്ങനെ നാവിഗേറ്റ് ചെയ്യാം, ഇതിനൊരു പ്രീ AI ടൂൾ ബയാസസ് ഉണ്ട് ഈ ഡിസ്കഷന്. പക്ഷെ സ്പാൻ ഇന്റൻസിറ്റി ടൈം ബൗണ്ടഡ്നെസ് ഇസ് ആൻ ഇൻവേരിയന്റ്. ഈ ഡെവലപ്പറായിട്ട് തുടരാൻ പണ്ട് കുറച്ചും കൂടി ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് വീണ്ടും കുറയാണ്. കാരണം എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനറേറ്റീവ് AI വിൽ ആക്ച്വലി ബൂട്ട് സ്ട്രാപ്പ് ചെയ്യാനുള്ള കോഡ് ബൂട്ട് സ്ട്രാപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി ഒരു ബ്രോഡർ സ്കിൽസ് ഉണ്ടെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് അപ്രോച്ചിലോട്ട് നീങ്ങുമ്പോൾ ഈ എന്താ പറയാ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഈ ഓപ്പറേഷൻസ് ആൻഡ് സ്ട്രാറ്റജി സ്പാൻ ഇന്റൻസിറ്റി ടൈം ബൗണ്ടഡ് ആയിരിക്കും. ദെൻ യു ആർ ട്രേഡിങ് യുവർ ഫ്രീഡം ഫോർ the fortune you are supposed to make, the wealth you are supposed to make. Software engineer trading time so that okay he can have a good living. അപ്പോൾ അവിടെ ഒരു നല്ല ടെൻഷൻ ഉണ്ട്. അപ്പോൾ സ്പാൻ ഇന്റൻസിറ്റി ടൈം ബൗണ്ടഡ്നെസ് ബീയിങ് ദ 3 key attributes of any professional, and സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് പല ടെമ്പർമെന്റ് ഉള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഇത് മൂന്നും കൂടി ഒരേ സമയം ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് തന്നെയാണ് ഓപ്പറേഷൻസ് റോളിനോട് ഒരു വിരക്തി ഉള്ളത്. പിന്നെ പിരമിഡ് ഷ്രിങ്ക് ചെയ്യുന്നത് കൊണ്ടും. So if you are willing to see, this is a very difficult question. ഇപ്പോൾ ഇവിടെ ലാലുണ്ട്, ശരത്തുണ്ട്, വൈശാഖുണ്ട്. അപ്പോൾ let us open this for discussion. അപ്പോൾ okay, now floor is open for discussion. ലാല പറഞ്ഞു. ഈ ചെറിയ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് എന്താ പറയാ? അപ്പോൾ അതായത് ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒക്കെ കീഴിലേക്ക് തുടങ്ങുന്ന സ്റ്റാർട്ടപ്പുകളുണ്ടല്ലോ. അല്ല, അത് അതിന് നല്ല നെറ്റ്വർക്കിലല്ലാത്ത ലോ പ്രോബബിലിറ്റി റേറ്റ് ആണ് സക്സീഡ് ചെയ്യാൻ. മനസ്സിലായല്ലേ? അതായത് അവരത്ര ഇവരുടെ സീഡ് ഫണ്ടൊന്നും അത്ര വലുതൊന്നുമല്ല.
മനസ്സിലായില്ലേ? അല്ല അത് അപ്പോ ഗരാജ് ഓപ്പറേഷൻ ആയിട്ടല്ല ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു അതെ അതെ അതെ. അത് ഒരു ഇപ്പൊ ഞാൻ പറയണ പോയെന്ന് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ് ഉണ്ടല്ലോ, ഉം. പീക്ക് 15, സെക്കോയ, ഇൻഡസ് പാർട്ട്നേഴ്സ്, ഉം. അവരുടെ ആനുവൽ റൗണ്ട്സിലും അല്ലെങ്കിൽ അവരുടെ അടുത്ത് മറ്റേ പിച്ച് ചെയ്ത് നമുക്കത് ഡീസന്റ് സാലറി തരാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടെങ്കിലല്ലേ മറ്റേ എന്താ പറയാ ഒരു സ്റ്റേബിൾ ജോബിൽ നിന്ന് ഒരാൾ അങ്ങോട്ടേക്ക് പോകാൻ ചാൻസ് ഉള്ളൂ. അതെ അതെ. ഒരു കോളേജിൽ നിന്നുള്ള ഫ്രഷറിന് ഒക്കെ ദാറ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. സ്റ്റാർട്ടപ്പ് എന്ന് ഇവിടെ വിചാരിക്കുന്ന വെച്ചാൽ ഇനിയിപ്പോ എന്തെങ്കിലും നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ സ്വെറ്റ് എക്വിറ്റിയിൽ കോമ്പൻസേറ്റ് ചെയ്യും. അത് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ എന്താ പറയാ യു ഷുഡ് ഏൺ ഇനഫ് ടു പേ ബിൽസ് അല്ലെ. മറ്റേ പഴയമാതിരി ഇപ്പൊ ഗറാജ് ഓപ്പറേഷൻസ് പിന്നെയും അവർക്കൊരു ക്ലയന്റും ഒക്കെ ഉണ്ടാവും, മനസ്സിലായില്ലേ? ഉം. ഇപ്പൊ ഞാൻ അവിടുത്തെ പോയി നോക്കിയിട്ട് വളരെ കുറച്ച് എന്താ പറയാ സക്സസ് ഓർഗാനിക്കലി ഉള്ളൂ. ഉം. അങ്ങനെയല്ല ഇപ്പൊ ഞാൻ പറയുന്ന ആ ഒരു ഇത് പിടി കിട്ടി. അതായത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ഒരു ഞാൻ കണ്ടേക്കണ വെച്ചാല് അസിൻക്രോണസ് സോഫ്റ്റ്വെയർ എഴുതുന്ന ആൾക്കാർക്ക് സിൻക്രോണസ് ആയിട്ടുള്ള ചിന്താഗതിയുള്ളത്. അവർക്കേ നല്ല അസിൻക്രോണസ് സോഫ്റ്റ്വെയർ, കാരണം അവർക്കേ അത് കാണാനുള്ള സമാധാനം ഉള്ളൂ. പിടികിട്ടിയ ഉം. അപ്പൊ ടൈം ട്രാക്ക് ചെയ്യണമെങ്കിൽ അപ്പൊ ഒരു പ്രോബ്ലം അവിടെ ഉണ്ട്, മനസ്സിലായില്ലേ? ഉം. അപ്പൊ ഒരു ഇത് ചോദിക്കട്ടെ, അതായത് ഒരു നോർമൽ ജോബ് 9 to 5 ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് അത് നിർത്തി ഒരു സ്റ്റാർട്ടപ്പിലോട്ട് വരുമ്പോ സാലറി എത്രയാണ് അയാളുടെ കറന്റ് സാലറി എന്ന് വെച്ചിട്ട് എത്രയാണ് അത് വർത്തുവൽ എന്ന് പറയാൻ പറ്റുക? അങ്ങനെയല്ല, ഇത് വെർത്തുവാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരു സർവീസ് കമ്പനി അല്ലെങ്കിൽ ഒരു ബ്രിക്ക് ആൻഡ് മോട്ടോർ കമ്പനി അല്ലെങ്കിൽ ഒരു നോർമൽ കമ്പനി വർക്ക് ചെയ്യുന്നതാണ് സോഫ്റ്റ്വെയർ സ്റ്റാർട്ടപ്പിലോട്ട് പോവാതിരിക്കുക. കാരണം അയാൾക്ക് പറ്റിയതല്ല, മിക്കവാറും ഹയറിംഗ് തന്നെ നടക്കുമെന്നുള്ളത്. അങ്ങനെ ഈ സർവീസസ് കമ്പനിയിൽ നിന്ന് ഒരാളെ ആൾക്കാരെ ഹയർ ചെയ്ത് പരിചയം എന്റെ അറിവിൽ ഒരാൾക്കേ ഉള്ളൂ. മനസ്സിലായില്ലേ? ആരാന്ന് മനസ്സിലായി ഞാൻ പറയണ്ടല്ലോ. അപ്പൊ ഇനി വന്നാൽ തന്നെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് ഈ പല ആൾക്കാരും ഒരു ആ ട്രെയിൽ ഇത് അവരുടെ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് അവരുടെ സ്റ്റഡിനെസ്സാ. അപ്പോ അവര് അവിടെ നിന്ന് ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു 10 lakh കിട്ടുന്ന ഒരു പയ്യൻ സ്റ്റാർട്ടപ്പില് പോവുകയാണെങ്കിൽ അവന് മിനിമം ഒരു 15 lakh എങ്കിലും കിട്ടണം. 15 lakh പോരാ. എന്നുവെച്ച് കഴിഞ്ഞാല് ഇവൻ 1 year സർവൈവ് ചെയ്യുന്നുള്ളതിന്റെ ഗ്യാരണ്ടി എന്താ? ഇനിയിപ്പോ അവൻ 1 year സർവൈവ് ചെയ്താൽ തന്നെ ഇപ്പൊ സ്ലാബ് ആണെങ്കിൽ അവന് ഇതാണ്, മറ്റേ ആണെങ്കിൽ അവന് ഇത്രയേ ഉള്ളൂ. അപ്പൊ അറ്റ്ലീസ്റ്റ് അവന് ഈ റിക്കവർ ചെയ്യാനുള്ള ടൈം കിട്ടും, മനസ്സിലായില്ലേ? അപ്പൊ ചോദിക്കും അയാളുടെ കറണ്ട് ജോലി പോയിക്കൊണ്ടിരുന്നു. പക്ഷെ കറണ്ട് ജോലി അങ്ങനെ പെട്ടെന്ന് അറ്റ്ലീസ്റ്റ് നോട്ടീസ് പീരീഡിലെ പൈസയും കിട്ടുമല്ലോ. അല്ല സ്ട്രക്ചറലി പറയുവാണെങ്കിൽ അത് അതായത് പിച്ച് ഡെക്കിന് പൈസ കിട്ടിയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ആയിരിക്കണം ബൂട്ട് സ്ട്രാപ്പിംഗ് ഫേസ് ആണെങ്കിൽ തന്നെ. അത് വീട്ടിൽ നിന്ന് തുടങ്ങുന്ന പൈസ ആവരുത്, അപ്പോ ഈ പ്രശ്നം വരില്ല. അതെ അല്ല ഇതിപ്പോ അറ്റ് എൻഡ് ഓഫ് ദി ഡേ വൺസ് സ്റ്റാർട്ടപ്പ് അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വീട്ടില് പോലീസൊന്നും വരില്ലല്ലോ, ആൾക്കാർ ഗുണ്ടകളൊന്നും വിടില്ലോ. അതാണ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം വഴി ഫണ്ട് സോളിസിറ്റ് ചെയ്താലുള്ള ഗുണം. പിന്നെ പിച്ച് ഡെക്കിനൊക്കെ ഫണ്ട് വാങ്ങിച്ചിട്ട് ബൂട്ട് സ്ട്രാപ്പ് ചെയ്യണവർക്കാണെങ്കിൽ അത് ടൈം ടു മാർക്കറ്റ് ആ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും എക്സിക്യൂഷൻ നടക്കാം. പൈസ പോകുന്ന വേദനേക്കാളും റിയലൈസേഷൻ ആയിരിക്കും പ്രൈമറി ഫോക്കസ്. അതെ പക്ഷെ അവിടെയും ഞാൻ പറയട്ടെ ശരത്തെ, എന്റെ ഒരു അറിവനുസരിച്ചിട്ട് ഒരു പ്രീമിയർ ഫണ്ടിങ് മറ്റേ സ്പെക്ട്രം ഉണ്ട്. അവിടെയൊന്നും നമുക്കൊന്നും ചിലപ്പോ ഒരു എലീറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഹൈലി കണക്റ്റഡ് നെറ്റ്വർക്കിലായാലും അങ്ങനത്തെ ഫണ്ട് അവിടെയൊക്കെ എംപ്ലോയ്മെന്റ് പോലും കിട്ടുമെന്നുണ്ട്. അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് കിട്ടുകയാണെങ്കിൽ തന്നെ അത്രയ്ക്ക് കോമ്പറ്റൻസ് കാണിക്കണം പോയി, മനസ്സിലായില്ലേ? അവര് പറയുന്ന രീതിയിലുള്ള അവിടെ തന്നെ 3 ഉണ്ട്. ഒരു 10 million ഒക്കെ ആണെങ്കിൽ ആ ഫണ്ട് ചെയ്യുന്നൊരു ഇതുണ്ട്. പിന്നെ മറ്റേ ബുട്ടീക്ക് ഫണ്ടിങ് അല്ല, അതായത് ഒരു സബ് പ്രൈം ഫണ്ടിങ്ങും ഉണ്ട്. ഈ സബ് പ്രൈം ഫണ്ടിങ്ങിലാണ് നമുക്ക് കിട്ടാൻ ചാൻസ്. പക്ഷെ അവിടെയും ദാറ്റ് ഈസ് സേഫർ ദാൻ ഈ മറ്റേ ഗരാജ് ഓണർഷിപ്പ് കേട്ടോ, ഗരാജ് എന്റർപ്രണർഷിപ്പ്. പിന്നെ അങ്ങനെയല്ലേ, എന്തിനാണ് ഒരാൾ സ്റ്റാർട്ടപ്പിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്? കോമ്പൻസേഷൻ മാത്രമാണോ?
അല്ല, അയാളുടെ ഈ പറഞ്ഞ ഒരു കമ്പനി, സർവീസ് കമ്പനിയിലുള്ള വർക്കിനേക്കാളും ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അല്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് പ്ലാറ്റ്ഫോം കമ്പനികളിലോട്ട് നോക്കിക്കൂടെ? സ്റ്റാർട്ടപ്പ് ആണോ അതിന്റെ സൊല്യൂഷൻ? പ്രൊഡക്റ്റ് പ്ലാറ്റ്ഫോം ആണെങ്കിലും ഇത്തിരി വലിയ കമ്പനി ആണെങ്കിൽ അത് ഭയങ്കര ലിമിറ്റഡ് അല്ലേ? കുറച്ച് പേർക്കേ പറ്റുള്ളൂ എന്നാ. ആ, അത് മാത്രമല്ല, ടെക്നോളജി ഇപ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനിയൊക്കെ ആണെങ്കിൽ ചില സ്ഥലത്തൊക്കെ ഭയങ്കര സ്റ്റാഗ്നന്റ് ആയിരിക്കും. ലേറ്റസ്റ്റ് ഒന്നും ആയിരിക്കില്ല. അങ്ങനത്തെ സംഭവങ്ങൾ. അങ്ങനെയല്ലേ ഇപ്പൊ ഞാൻ സ്റ്റാർട്ടപ്പില് സ്റ്റാർട്ടപ്പില് അല്ല സ്റ്റാർട്ടപ്പില് നാവിഗേറ്റ് ചെയ്യാൻ എളുപ്പമാണെന്നാണോ ലാൽജി ഉദ്ദേശിച്ചത്? മൊത്തത്തില് എളുപ്പമൊന്നുമല്ല. ഞാൻ ചോദിക്കണത് അത് ഒരു സർവീസ് കമ്പനിയിലെ ഒരാൾ സ്റ്റാർട്ടപ്പിലോട്ട് വരുവാണെങ്കിൽ എന്ത് എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്താലാണ് അത് ബെനിഫിഷ്യൽ കാരണം സർവീസ് കമ്പനിയിലുള്ള ആൾക്ക് ചിലപ്പോ ഒരു സ്റ്റാർട്ടപ്പിലോട്ട് ഇപ്പൊ പ്രൊഡക്റ്റ് മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ ഡെവോപ്സ് ചെയ്യുന്നവൻ ഇത്രയും ബോധം ഉണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പിൽ ഹി വിൽ ഡു ബെറ്റർ. ദെൻ ആ ഒരു ഏത് വർക്കും ഇപ്പൊ മിക്ക പ്രോഗ്രാമേഴ്സിന്റെയും പ്രശ്നം എന്താണ്? അവരുടെ നാരോ ടെക്നോളജിയുടെ അപ്പുറത്തേക്ക് പോകില്ല. സ്റ്റാർട്ടപ്പിൽ ആ ഇതില്ലല്ലോ. ഏതാ? അതെ, എല്ലാം ചെയ്യേണ്ടി വരും. അല്ല, നമ്മള് ജനറൽ പബ്ലിക്കിന്റെ കാര്യം ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അതായത് അതിപ്പോ ഒരു ആവറേജ് സർവീസ് കമ്പനിയിലെ ആൾക്ക് എന്താണെങ്കിലും ബെറ്റർ എന്താണ് എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുക. അതായത് ഇൻ ടേംസ് ഓഫ് നോളജ് ഒക്കെ നമ്മൾ ഡെലിബറേറ്റ് നോളജ് ഉള്ള ആൾക്കാർക്ക്, ഇന്റലക്ച്വലി അവെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചോയ്സ് എടുക്കണം എന്നുള്ളതാണല്ലോ ഈ വെക്ടേഴ്സ്. അതെ. അല്ല, അത് ഈ സ്റ്റാർട്ടപ്പ് അല്ല അവിടുത്തെ പ്രശ്നം. അതായത് നിങ്ങൾ ആ സ്പാൻ, ഇന്റൻസിറ്റി, ടൈം ബൗണ്ട്നെസ് തിരിഞ്ഞു നോക്കുക. ഇത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ ആസ് യു ഏജ്, ഈവൺ ഇഫ് യു ആർ എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, വർക്കിന്റെ ഇടയിൽ ജീവിക്കുന്നതാണ് നല്ലത് ജീവിതത്തിന്റെ ഇടയിൽ വർക്ക് ചെയ്യണേക്കാളും. അത് AI വേൾഡിലോട്ട് അത് കൂടുതൽ വരും. മനസ്സിലായില്ലേ? അതായത് ലല്ലാപ്പടിയിട്ടേ എന്റെ ആർഗ്യുമെന്റ്. സാറേ ഇത് അല്ല, അതായത് ആൾക്കാരെ ആ ഇന്റൻസിറ്റി എന്നുള്ള വെക്ടർ ഇല്ല, അവിടെയാണ് വീഴുക. അപ്പൊ അവിടുന്ന് ടൈം ബൗണ്ടഡ്നെസ് ഇപ്പൊ അവർക്ക് ഓക്കെ ആയി മാറി ആണ് ഓപ്പറേഷൻസിലോട്ട് സ്വിച്ച് കാണുന്നത്. അതായത് ഈ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടർ ആയിട്ട് മുന്നോട്ട് പോകണം, ഒരു വെസ്റ്റേൺ കോണ്ടെക്സ്റ്റിലൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്താണ് ഈ സ്പാൻ എന്നുള്ളത് ടൈം ബൗണ്ടഡ്നെസ് ഉണ്ടാവില്ല, ഹൈ ഇന്റൻസിറ്റി വർക്ക് സ്പാൻ ഇന്റൻസിറ്റി ആണ് കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് അല്ലേ? അതെ. അപ്പൊ അത് ആ ഇന്റൻസിറ്റി എന്നുള്ളത് ഇപ്പൊ നമ്മള് അപ്ഫ്രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ അത് പുൾ ഓഫ് ചെയ്യാൻ പോലും പറ്റില്ല. അതാണ് അവിടുത്തെ കാര്യം. നൗ യു സെഡ് ഇറ്റ്. ലാലേ, ആ അപ്ഫ്രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തതാണ് ഈ ഒരു SME ആവാൻ പറ്റാത്തത് ആൾക്കാർക്ക്. പിടികിട്ടിയാ അല്ലേ? കാരണം അവന് ബോറടിക്കും. ഞാൻ പറയാം, ചെറുതണ്ടിനി അത് നല്ലൊരു ബോറടിക്കുന്നല്ല സാറേ, പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല അവർക്ക്. ഹോംവർക്ക് എടുത്താതെ യു കനോട്ട് ആക്ച്വലി ഗോ ടു ദ ഫ്ലോർ അല്ലേ? അതെ. അപ്പൊ നാച്ചുറൽ പ്രൊപ്പൻസിറ്റി എന്നുള്ളത് ടൈം ബൗണ്ടഡ്നെസ് ആണ് ആൾക്കാർക്ക്. അതായത് ഇങ്ങനെയല്ല, സ്പാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പ്രാക്ടിക്കലി അതർ തിങ്സിന് ടൈം ഉണ്ടാവില്ല അല്ലേ? ടൈം ബൗണ്ടഡ് അല്ല ശരിക്കും വരുന്നത് ഇല്ലേ? അതായത് ഇന്റൻസിറ്റി ഇതിപ്പോ റോള് ഫിക്സഡ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ പാത്ത് എടുക്കുന്ന കേസ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ടെക്നോളജി ലീഡർഷിപ്പ് വേണോ, ഓപ്പറേഷൻസ് വേണോ എന്നുള്ളത്. അതെ. അത് ഞാൻ സമ്മതിച്ചു. ഓക്കെ. അല്ല, അത് ഒരു ക്യാപ്റ്റിയറമാതിരി ഒരു ഏതെങ്കിലും 2 പറ്റുള്ളൂ. ഒരു എവിടെ ട്രയഡ് വന്നാലേ ഒരു അങ്ങനെയല്ല. നിങ്ങൾക്ക് ഒരു 2D ഷേപ്പ് കാണണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആക്സസ് കളയണം. അത് ഇനിയിപ്പോ അത് പറയാൻ പറ്റില്ല കേട്ടോ. ഈ മറ്റേ ക്യാപ്റ്റിയറം കണ്ടിട്ട് ബയാസ്ഡ് ആയതാണോ എന്ന്. അപ്പൊ സ്പാൻ ഇന്റൻസിറ്റി ടൈം ബൗണ്ടഡ്നെസ്സിൽ സിറ്റ് എന്നാണ് ഇരിക്കാൻ. അപ്പൊ വൈശാഖ് എന്തോ പറയാൻ വന്നില്ല നേരത്തെ?
ഇല്ലില്ല അല്ല ഞാൻ ഇല്ല ഞാന് ആ, അല്ല സ്റ്റാർട്ടപ്പില് ഞാൻ നാവിഗേഷൻ എളുപ്പമായിട്ട് കിട്ടുമെന്ന് ഒരു ഇതുണ്ടല്ലോ അല്ല സ്റ്റാർട്ടപ്പിൽ ഹയർ ഉള്ള അല്ല സ്റ്റാർട്ടപ്പിൽ ഡെവലപ്പറായിട്ട് കിട്ടുമെന്ന് ഉറപ്പെന്താ? നമ്മള് മറ്റേ സ്റ്റാർട്ടപ്പിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എനിബഡി ഹു ഹാസ് ഗോട്ട് ഇന്ന് സ്റ്റാർട്ടപ്പിന്റെ നീഡ് എന്താന്ന് വെച്ചാല് ടെക്നോളജി അറിയാവുന്ന ഓപ്പറേഷൻസ് ആൾക്കാരെ വേണം എന്നുള്ളതാണ്. ഓപ്പറേഷൻസ് അറിയാവുന്ന ഒരു ഇതുണ്ട്, പക്ഷെ അവർക്ക് അപ്പൊ ആ ടെക്നോളജി കോമ്പറ്റീറ്റീവ് ലെവലിൽ ചെയ്ത് ആ ഇന്റൻസിറ്റിയിലൊക്കെ വർക്ക് ചെയ്ത് ഓപ്പറേഷൻസും കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. ഇവിടെ കിട്ടിയോ? അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇങ്ങനെ ഇതിപ്പോ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഈ ടോപ്പിക്കിന്റെ ഒരു ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഫേസ് ചെയ്യുന്ന പല ഇഷ്യൂസും സിസ്റ്റമിക് ആണ്, അല്ലാണ്ട് നമ്മുടെ ഇഷ്യൂസ് അല്ല. ഇവിടെ കിട്ടിയോ? അപ്പോ ആ ഒരു ഔട്ട്സൈഡ് ഇൻ അപ്രോച്ചിൽ നോക്കുമ്പോഴാണ് ഇത് വരിക. ഇതൊരു ഇത് നാവിഗേറ്റ് ചെയ്യാൻ പറ്റാണ്ട് അപ്പൊ എന്താ പറയാ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ വിൽഫുൾ പോവർട്ടി എന്ന് പറയുന്ന സാധനമുണ്ട്. എനിക്ക് വിദേശത്ത് പോകാൻ പറ്റൂല, വിസ കിട്ടൂല. ബാംഗ്ലൂർ പോകാൻ എനിക്ക് ഡെമോഫോബിയ ഉണ്ട്. അപ്പൊ നാട്ടിൽ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെയൊക്കെ കോമ്പൻസേഷൻ ഇതിന്ന് ഒരു സമയത്ത് കമ്പനികളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പോ ഈ എന്താ പറയാ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ആണ്, പല റോളുകൾ ചെയ്യേണ്ടി വരും നമ്മൾ, മനസ്സിലായല്ലേ? പക്ഷെ ഇത് റോളായിട്ട് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഇത് ഡെസ്സി എന്താണ് ഇതിന്റെ പ്രശ്നം? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ സ്കില്ല് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ചു കയറ്റമില്ല, മനസ്സിലായ? പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ റീസ്കില്ലൊക്കെ ചെയ്യണം ഭയങ്കരമായിട്ട്. ഇനി നിങ്ങൾ ഒരു ഓപ്പറേഷൻസ് ആളായിട്ട് ഒരു 2 കൊല്ലമൊക്കെ സൂചിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു പുതിയ സുഖം വരുമല്ലോ. കാരണം ഓപ്പറേഷൻസ് റോളിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അതിന്റെ അത്രയും ഹൃദയം ഇവിടെ ഉണ്ടോ, ശരീരം ഇട്ടാൽ മതി. അവിടുത്തെ ആ സിസ്റ്റത്തിന്റെ ഗവേണൻസ് ആൻഡ് കംപ്ലയൻസ് മെക്കാനിസം റിസൾട്ട് ചെയ്ത ഇത് നല്ല സ്പാൻ ഉണ്ടാവുന്നുള്ളൂ, മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ ഞാൻ തന്നെ ഫേസ് ചെയ്ത് പറഞ്ഞ മറ്റേ ചെസ്റ്റ് എനിക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒരു കാൽപ്പനിക ഒരു കൽപ്പനയൊക്കെ ഉണ്ട്, ഇന്ന ക്രൈറ്റീരിയ വേണം. അത് നടക്കൂല എന്ന് മനസ്സിലായി. പിന്നെ ഞാൻ വലിയ മനസ്സിലായോ? അത് ലോജിക്കലി ഫിക്സ് ചെയ്തിട്ട്, കാരണം അത് പറ്റണമെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ റിസ്കാ. വി നീഡ് ടു ഹാവ് സം ആർക്കിടെക്ട് ഹു ക്യാൻ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. അതായത് ആർക്കിടെക്ട് ചെയ്ത സിസ്റ്റം മറ്റേ ഇംപ്ലിമെന്റ് അതിന്റെ ഫെയ്ത്ത്ഫുൾനെസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്നും കൂടി കണ്ടുപിടിക്കണം. അപ്പൊ അതിപ്പോ സ്റ്റാർട്ടപ്പിലും ഒക്കെ ഉണ്ട്. ഇപ്പൊ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ ഫോർ എക്സാമ്പിൾ ഈ ടീം ലീഡ് തന്നെ ഓപ്പറേഷൻസ് റോളാ സ്റ്റാർട്ടപ്പില്. ഡൗട്ട് ഉണ്ടോ ശരതേ? ഇല്ല, ടീം ലീഡ് എല്ലായിടത്തും ഓപ്പറേഷൻസ് തന്നെയല്ലേ എന്നുള്ളതാണ്. സെമി ഓപ്പറേഷണൽ തന്നെ. പക്ഷേ സീനിയർ സോഫ്റ്റ്വെയർ അത് ടെക് ലീഡ്, ഓക്കെ, ടെക് ലീഡ് പോലും, കാരണം ടീം ലീഡ് ഉണ്ടാവില്ലല്ലോ, ടെക് ലീഡ് ഉണ്ടാവുള്ളൂ സ്റ്റാർട്ടപ്പില്. അപ്പൊ യു ആർ സപ്പോസ് ടു അപ്പോ ഇനിയിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഒരു നല്ല ഇപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അവിടെയും പ്രോബ്ലം ഉണ്ട്. ചില ആൾക്കാർ ബാക്ക് എൻഡ് പല സബ്ജക്റ്റുകളോട് അഫിനിറ്റി ഉണ്ട് ആൾക്കാർക്ക്. പിടി കിട്ടിയാ ചെറുത്. അപ്പൊ ആ വർക്ക് കിട്ടണമെന്നില്ല സ്റ്റാർട്ടപ്പില്. അല്ല ഇപ്പൊ ഇപ്പൊ സ്റ്റാർട്ടപ്പിലും സർവീസ് കമ്പനിയുടെ ആറ്റിറ്റ്യൂഡിൽ വർക്ക് ചെയ്യാന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ട് ആൾക്കാർ ചെയ്യണൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലായ? അങ്ങനെയല്ല, ഒരു സ്റ്റാർട്ടപ്പിൽ പോയിട്ട് നമ്മൾ കുറെ പണിയെടുത്തു, അധികം റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ നമുക്ക് പേഴ്സണലി നമുക്ക് ലോസ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, ഉള്ളിലൊരു കുത്തുണ്ടാവില്ലേ, വി കുഡിന്റ് മേക്ക് ഇറ്റ് എന്ന് ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്കുണ്ട്, മനസ്സിലായ? അപ്പൊ അതില്ലെങ്കിൽ കുഴപ്പമില്ലോ. ഇപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് വെച്ചപ്പോ എനിക്ക് പിന്നെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ
10 രൂപ കിട്ടിയാലും 100 രൂപ കിട്ടിയാലും 1000 രൂപ കിട്ടിയാലും സോഫ്റ്റ്വെയറിന് ഞാനൊരു കൽപ്പന തന്നിട്ടുണ്ട്. ആ കൽപ്പനയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. മനസ്സിലായോ? അതാണ്. അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. ഇതിപ്പോ ഓപ്പറേഷൻസിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ മാനേജ്മെന്റിൽ കയറാനുള്ള സാധനം അടുത്തുണ്ട്. പക്ഷെ ഇപ്പൊ പീപ്പിൾ പ്രൊജക്ട് മാനേജ്മെന്റ്, ഡെലിവറി മാനേജ്മെന്റ് ഒക്കെ ഓപ്പറേഷൻസ് ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഈവൻ VP പോലും ഒരു ഓപ്പറേഷൻ ആണ്. ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ CXO പോസ്റ്റിലാണ് മാനേജ്മെന്റ് വരുന്നത്. അല്ല, ഈ പ്രൊഡക്റ്റ് വിഷൻ അങ്ങനത്തെ ബ്ലെൻഡ് ഓഫ് മൈൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതില് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടർ ലെവലിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ, അതായത് സ്വിച്ച് വേണമെങ്കിൽ ആൾക്കാർക്ക് ഇപ്പൊ ഇന്റൻസിറ്റി പ്രോബ്ലം ആണെങ്കിൽ. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പൊ ഈ പ്രോബ്ലം എല്ലാം തീരും. നിങ്ങള് രണ്ട് രീതിയിൽ ഇപ്പൊ ഇതിലൊരു ബയാസ് ഇപ്പൊ എന്റെ ഇതിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് പീപ്പിൾ ആർ കൺസർവേറ്റീവ്, ദേ വാണ്ട് ടു സ്റ്റേ വേർ എവർ ദേ ആർ. മറ്റേ ഒരു നാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇപ്പൊ ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഓട്സ് പോസിറ്റീവായിട്ട് ജീവിക്കുന്നവന് ഈ 3 ഉഗ്രനായിട്ട് ചെയ്യാൻ പറ്റും. കാരണം അവൻ ഹീസ് ആക്ച്വലി ലുക്കിംഗ് അറ്റ് ദ പൊട്ടൻഷ്യൽ. ഇപ്പൊ ഇത്രയും അനാലിസിസ് ആർക്കാ വേണ്ടേ? നമുക്ക് അത്യാവശ്യം വരുമാനം വേണം, നമുക്ക് സന്തോഷം വേണം, എന്ന സ്ഥാനത്ത് നമ്മുടെ ടെമ്പർമെന്റ് ആയിട്ട് അലൈൻ ചെയ്തിട്ടുള്ള ജോബ് വേണം. അവിടെ വരുമ്പോഴാണ് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വരുന്ന ചലഞ്ച് വരുന്നത്. ചില ആൾക്കാർ നാച്ചുറലി പണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അവര് നേരെ മുകളിലോട്ട് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ സബ്ജക്റ്റിനോട് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യണ്ട. മനസ്സിലായോ? അതില്ലെങ്കിൽ വിചാരിക്കൂലേ ഇവന്മാർക്ക് എന്താ എന്തിന്റെ കേടാന്നല്ലേ പറയുള്ളൂ. അതെ. അല്ല, ഇത് മോസ്റ്റ് ഡിഫിക്കൽട്ട് ഇപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കോർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഡിഫിക്കൽട്ട് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടർ ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം ഇന്റൻസിറ്റി എന്നുള്ളത് ഈ അതായത് എമൗണ്ട് ഓഫ് നോളജ് സ്ട്രക്ചേഴ്സ് അവിടെ അസ്യൂം ചെയ്യപ്പെടുന്നത് ഹ്യൂജാ. അല്ല, അവിടെ ഇന്റൻസിറ്റി കുറയ്ക്കാനുള്ളതാണ് ഈ നോളജ് സ്ട്രക്ചേഴ്സിന്റെ ഒക്കെ നോളജ് കുറയ്ക്കാം നമുക്ക്. അതായത് അതെ. കാരണം അൺഇനീഷ്യേറ്റഡിന് ഓൾവേസ് ഹൈ ഇന്റൻസിറ്റി അപ്പൊ നിർത്തും, ഓടും. മനസ്സിലായില്ലേ? ഓടുകയല്ല, ബോസിനെ കംപ്ലൈന്റ് ചെയ്യും. അത് സൂയിസൈഡ് മിഷൻ ആണ്. അത് ഒരു ഫൂളേ ചെയ്യുള്ളൂ. അല്ല, അത് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ വിചാരിച്ച ഇപ്പൊ എന്റെ ചുറ്റും നടന്നതാണ്. പക്ഷെ ഞാൻ വേറെ എനിക്കറിയാവുന്ന 2 സ്ഥലത്ത് കൂടി നടക്കണ്ടെന്നത് ഇവിടെ കിട്ടിയ 3. അല്ല, ബോസിനെ കില്ല് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ കംപ്ലൈന്റ് ചെയ്തിട്ട് എന്ത് കാര്യം? അതെ. അങ്ങനെയല്ല. ഇപ്പൊ അവിടെ പ്രശ്നമുണ്ട്. ഇപ്പൊ ബോസിനെ അറിയാൻ മടിയെന്നുള്ളമാരൊന്നും ഒന്നും ചെയ്യാൻ പോകണ്ടെന്ന്. പക്ഷെ ഈ ബോസിനെ പാരവെക്കാനുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട് പല കമ്പനികളിലും. അത് യൂസ് ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പൊ മറ്റേ സ്കിപ്പ് ലെവൽ മീറ്റിംഗ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ സ്ട്രക്ചറലി പണ്ടെടുക്കാൻ വേണമെങ്കിൽ. പക്ഷെ അതെല്ലാം ഡേഞ്ചറസാ. അല്ല, ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ വേറെ കാര്യമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ ആവശ്യമില്ല. കാരണം നമ്മള് ബുദ്ധിമാന്മാരാണ്. അപ്പൊ നമ്മൾ ബുദ്ധിമാനായിരിക്കുമല്ലോ മുകളിലിരിക്കണേ. മനസ്സിലായില്ലേ? അറ്റ്ലീസ്റ്റ് ദേ നോട്ട് പ്രിസർവ്. പീറ്റർ പ്രിൻസിപ്പിൾ പറയണത് എന്താണ്? ആ കോർ ആക്ടിവിറ്റിയിലെ ഇൻകോമ്പറ്റൻസാ. ആ പൊസിഷനിലിരിക്കാനുള്ള കോമ്പറ്റൻസ് ഡിഫറെന്റ് തിങ്. അല്ല, അപ്പൊ നമ്മളെ എങ്ങോട്ടാണ് ഇപ്പൊ? അല്ല, അപ്പൊ അതാ പറഞ്ഞേ, ഞാൻ ക്യൂരിയസ് എന്താന്ന് അറിയാമോ? ഞാൻ പ്രോബ്ലം ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇഫ് ഐ ആം ഗോയിങ് ബാക്ക്, ഇപ്പൊ ഞാനും ലാലും ഒരേ ഇതിലാണ്. നിങ്ങൾക്ക് 2 പേർക്കും വേറെ മോഡലായിരിക്കണം. അല്ല, ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത് ഇപ്പോ, അതായത് സ്കിൻ ഇൻ ദ ഗെയിം വെച്ച് കഴിഞ്ഞാൽ അപ്വേർഡ് പുള്ളുണ്ട്. അതെ. അത് റെസിസ്റ്റ് ചെയ്യണോ? അല്ല, അവിടെയാണ് ഞാൻ ചോദിക്കണത്. അല്ല, അവിടെയാണ് നിങ്ങൾക്ക് ഇത് ചെയ്യണത്. അതായത് ഇവിടെ ഒരു പ്രശ്നമുണ്ട്.
നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിൽ വെറൈറ്റി വേണം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ മുകളിലോട്ട് പോകാത്തത്. മനസ്സിലായില്ലേ? ഇതിപ്പോ ഇപ്പൊ ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലം എന്താ പറയുക, നമ്മൾ ഏതെങ്കിലും ഒരു ശ്രേണിയിലോട്ട് നമ്മൾ അലൈൻ ചെയ്താലേ ഈ സോഫ്റ്റ്വെയറിനെ ചുറ്റിപ്പറ്റി ഒരു ബോസ്റ്റിങ്ങും കൂടി ഉണ്ടല്ലോ. ദാറ്റ് എന്നൊക്കെ പറയുമ്പോ ഇനി അല്ലെങ്കിൽ എന്താന്ന് വെച്ചാല് അത്രയ്ക്ക് നമ്മൾ ഓപ്പൺ സോഴ്സിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് അങ്ങനെ ഒരു, അതായത് വാട്ട് വി ലൂസ് ഇൻ അവർ ജോബ് വി നീഡ് ടു കോമ്പൻസേറ്റ് ഇറ്റ് എൽസ്വെയർ. ഏത് മുകളിലോട്ട് ഓസ്മോസിസിനനുസരിച്ച് നമ്മൾ നീങ്ങണമെങ്കിൽ. പക്ഷെ അവിടെ ചെല്ലുമ്പോ ചിലപ്പോ നമ്മള് സക്ഡിൻ ആവാം. ഏത് സ്പാനും ഇന്റൻസിറ്റിയും ടൈം ബൗണ്ടും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞേ, ഇതിനൊക്കെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഹ്രസ്വകാല ജോബ് കിട്ടിയാൽ കുഴപ്പമില്ല. ഒരു കൊല്ലത്തേക്ക് അവിടെയും ഈ പറഞ്ഞ പോലെ, അതായത് ഇപ്പൊ ആ ഓർഗനൈസേഷന്റെ ട്രൈബൽ നോളജ് അസിമുലേറ്റ് ചെയ്യാതെ വേൾഡിന്റെ നോളജ് സ്ട്രക്ചേഴ്സ് തന്നെ അങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അല്ല, ട്രൈബൽ നോളജ് ഈ ട്രൈബൽ നോളജിന്റെ ടൈം ഈ ഗ്രേപ്പ് വൈൻ വഴി കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ലൈഫിന്റെ തന്നെ ഏറ്റവും വലിയ സക്സസ് പിടികിട്ടി. അതായത് എനിക്ക് പല വർക്കും എൻ്റെ കൂടെയുള്ളവർക്ക് ബെയറബിൾ അല്ലെങ്കിലും എനിക്ക് ബെയറബിൾ വെച്ചാൽ ആ ട്രൈബൽ നോളജ് കിട്ടാനൊരു സ്പാൻ ഉണ്ട്. ഞാൻ ഈ ഉദ്ദേശിക്കുന്ന സ്പാൻ പെർ ഡേ ആണ്. മറ്റേത് ഒരു കാലഘട്ടമുണ്ട്. ഒരു അത് ഇന്ത്യയിലാണ് പിന്നെ എളുപ്പമാണ്. വെസ്റ്റിലാണെങ്കിൽ ഭയങ്കര പൊളിറ്റിക്കലി കറക്റ്റ് എൻവയോൺമെന്റിൽ എങ്ങനെ ട്രൈബൽ നോളജ് കിട്ടും? വേർ പീപ്പിൾ ആർ ഇൻസെന്റിവൈസ് നോട്ട് ടു ഷെയർ ഇറ്റ്. ഇവിടെ കിട്ടിയ ഞാൻ അല്ല, ഞാൻ ട്രൈബൽ നോളജ് ആ ലെവലില്, അതായത് ഈ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ലെവലിലുള്ള കാര്യങ്ങളല്ല, അവിടുത്തെ സ്ട്രക്ചേഴ്സിന്റെ ലെവലിലാണ് ഉദ്ദേശിച്ചത്. ഒരു എനിക്ക് മനസ്സിലായി. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ വെൻ യു ഗോ ദേർ നിങ്ങൾ പെർസീവ് ചെയ്യാണ്, and then you are making educated guesses, and then if you are not aware about some premises on which the whole structure has been laid out, അത് കണ്ടുപിടിക്കുന്നതല്ലേ നിങ്ങൾ ട്രൈബൽ എന്ന് ഉദ്ദേശിച്ചത്? ഇപ്പൊ സ്ട്രക്ചറൽ. അതെ. അപ്പൊ അത് ഇപ്പൊ നമ്മളിപ്പോ നമ്മള് ടെക്നോളജി ലീഡർഷിപ്പ് റോൾസിലൊക്കെ ആണെങ്കിൽ നമുക്കത് ആ സ്ട്രക്ചേഴ്സ് നമ്മൾ ഫോർമലി എടുത്തിട്ടാണല്ലോ ഒരു കൺസൾട്ടിങ് ആംഗിൾ യൂസ് ചെയ്യാം. അത് ആക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് സാറിന്റെ അടുത്ത്. അതായത് ഓപ്പറേഷൻസ് റോൾ എടുക്കുവാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ സ്ട്രക്ചേഴ്സിൽ ഫൗണ്ടഡ് ആയിട്ടാണ് ആക്ട് ചെയ്യണമെങ്കിൽ, പിന്നെ അല്ല ഓർഗ് വിത്തിൻ, അതായത് നമുക്ക് ഇപ്പൊ വേൾഡിൽ കുറച്ച് ഇപ്പൊ ഈ ഓപ്പറേഷൻസ് മോഡൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, സ്ട്രാറ്റജിക് മോഡൽസ് ഒക്കെ ഉണ്ട്. മാനേജ്മെന്റ് തിങ്കിങ് അതാണല്ലോ. അല്ല, അത് വെച്ചിട്ട് നമ്മൾ ആ പെർട്ടിക്കുലർ കമ്പനിയുടെ മോഡൽസ് ഗ്രൗണ്ട് ചെയ്യാം, എന്നിട്ട് അതിൽ ആക്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പക്ഷെ അവിടെ ഒരു പ്രശ്നം ഇരിക്കണത് അത് വേണ്ടല്ലോ. ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവുമ്പോ നിങ്ങൾക്ക് ഡെലിവറി കൺസേൺ എന്തൊക്കെ ചെയ്യണം, അതിന്റെ ഫിഡലിറ്റി, അല്ലെങ്കിൽ എന്താ പറയാ, അത് എന്റെ 100 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും. പക്ഷെ മൂവ്മെന്റ് യു ഈവൻ ഗെറ്റ് ഇൻ ടു കൺസൾട്ടിങ്, നിങ്ങൾ അവിടെ ഹാൻഡ് വേവ് ചെയ്യണം. ഓപ്പറേഷൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടാവുക. ഇവിടെ കിട്ടിയ അവരു നിങ്ങളെ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ കുറെ സാധനങ്ങൾ ഇൻവെന്റ് ചെയ്തു, ഓപ്പൺ സോഴ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു, ടോയ് കോഡ് എഴുതി. അപ്പൊ നമുക്കൊരു ഒരു ലോജിക്കലി കൊഹറന്റ് ഡിഫൻസ് ഉണ്ട് വേൾഡിനെതിരെ. ഇവിടെ കിട്ടിയ കൺസൾട്ടിങ്ങിന് ചെയ്യുമ്പോൾ ഓൾ ഓഫ് എ സഡൻ ഫുള്ള് മൾട്ടി ഡയമെൻഷനൽ ആവും. ഓപ്പറേഷൻസ് ആകുമ്പോൾ പീപ്പിൾ ഇൻവോൾവ്മെന്റ് കൂടി വരുമ്പോൾ കയ്യിൽ നിന്ന് പോകും. നിങ്ങൾക്ക് മനസ്സിലായ? അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് പ്രൊലോങ്ഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് പഴയ ഫോക്കസ് കിട്ടുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. മനസ്സിലായ? ആ ഫോക്കസ് ഫിലോസഫി ഉണ്ടല്ലോ. അല്ലല്ല, അത് ഇപ്പൊ അത് അപ്പോഴും ഞാൻ പറയട്ടെ, ചിലപ്പോ നമ്മള് ഫിലോസഫി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ ആ എംപിരിക്കൽ എലമെന്റ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഒരു അത് പറഞ്ഞ ബാക്ക് ടു ബാക്ക് ഓപ്പറേഷൻസ് റോൾ എടുത്താ നിങ്ങൾ ഓപ്പറേഷൻസ് ഡെസിഗ്നേഷൻ ആയി.
നിങ്ങൾ ഒരു കമ്പനിയിൽ വന്നു, ആ കമ്പനിയിൽ നിങ്ങൾക്ക് ഒരു ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി റോൾ എടുക്കാന്നേ പറയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അടുത്തത് പോയി പിന്നെ സ്റ്റാർട്ടപ്പിലൊക്കെ ഓക്കെ, കാരണം ആ ടെക് ലീഡ് ആണെങ്കിൽ പോലും ഓപ്പറേഷൻസ് ആയതുകൊണ്ട് അതിന് മുകളിലായാലും കുഴപ്പമില്ല. ആ. അല്ല പിന്നെ ഇത് അതെ പൊട്ടൻഷ്യൽ ഫോർ ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടല്ലോ അവിടെ, വർത്താണത്. അതെ, പ്രൊവൈഡ് ദാറ്റ് യു ആർ ഏബിൾ ടു റിയലൈസ് ഇറ്റ്. അതായത് അതെ അതിൽ അതെ നിന്ന് obvious. ഊരാൻ പറ്റണം. ഉം. ഉം. ആ അതെ അതെ, മറ്റേ ട്രാപ്പ് ഉണ്ട് അവിടെ ഇട്ടിട്ടുണ്ടല്ലോ. ആ അതെ, അതെന്തായാലും ഉണ്ട്. അതിൽ വർക്ക്സ് വർക്ക്സ് ഓൺലി ഓൺലി ഇൻ ഇൻ തിയറി. തിയറി. ഇത് ഞാനും ലാലും തമ്മിൽ ഇതിന്റെ പേരിൽ കുറെ, അതായത് കടം വീട്ടിയാലും കടപ്പാട് വീട്ടാൻ പറ്റില്ല എന്ന്. അല്ല എന്തിനിപ്പോ ലാലിന്റെ കേസിൽ എനിക്ക് വേറെ ഡൗട്ട് ഒന്നുമില്ല. ലാൽ അതാണ് ചെയ്യണ്ടേ. ഈ അങ്ങനല്ല ആ പ്രൊപ്പൻസിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ബൂട്ട് സ്ട്രാപ്പിനേക്കാളും ബെറ്റർ അതാണ്. അതെ പറഞ്ഞ അല്ലെ, ഞാൻ പറഞ്ഞില്ലേ എല്ലാവരോടും ഇപ്പൊ ഇതിപ്പോ ഞാൻ കരയൊന്നുമില്ലായിരുന്നു ലാസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് ഞാൻ അയാളുടെ കൂടെ നടന്നുകൊണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? നൗ ദാറ്റ് ഓക്കെ, അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാല് ഓക്കെ, നൗ എന്താ പറയാ, വാട്ട് ടു ഡു വിത്ത് റെസ്റ്റ് ഓഫ് മൈ ലൈഫ് എന്നുള്ളൊരു പ്രോബ്ലം കൈ കിട്ടി. അപ്പൊ ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ലീവ്. അല്ലെ ഇത് കാരണം ഈ പ്രോബ്ലം ഉണ്ടല്ലോ, അതായത് ഇനിയിപ്പോ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സ്പാനും കുറെ കഴിയുമ്പോ ഇപ്പൊ നിങ്ങളൊരു അത്യാവശ്യം സ്റ്റേബിൾ കമ്പനിയിൽ വന്നാലേ ഒരു പർട്ടിക്കുലർ സ്പാനിൽ ഒരു പർട്ടിക്കുലർ ഇന്റൻസിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വട്ടാവും. ശരിയല്ലേ? കാരണം അങ്ങനെയാണ് നമ്മൾ ആ വർക്കിനെ കാണുന്നത്. അതാ സർവീസ് കമ്പനിയിൽ നിന്ന് സ്റ്റാർട്ടപ്പിലോട്ട് വരുമ്പോഴേ ഇന്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. അതായത് അത് ഏറ്റവും വലിയ കാര്യമുണ്ട്. ഞാനൊരു ദിവസേ അവിടെ അപ്പുറത്ത് ടെന്നീസ് കളിച്ചോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് പെട്ടെന്ന് ADO.NET സാധനം ഓർമ്മയില്ല. അപ്പൊ ഞാൻ അപ്പുറത്തിരിക്കണ ജയ്സൺ എന്ന് പറഞ്ഞ പുള്ളിയെ വിളിച്ചു, ഒന്ന് ഇത് ചെയ്യാം. അപ്പൊ പുള്ളി അടിച്ച്, നമ്മളിപ്പോ കാലങ്ങളായിട്ട് ഞാനൊരു SQL ആക്സസ് പറഞ്ഞ പേഴ്സണൽ ക്ലാസ് ഉണ്ട്, നമ്മൾ പോകുന്ന തമ്മിൽ ഇരുന്നുണ്ട്. നമ്മൾ കുറെ കഴിയുമ്പോ SQL കണക്ഷൻ കമാൻഡ് ഒക്കെ മറന്നു പോകുന്നു. അതിപ്പോ ഈ പ്രൊഡക്റ്റ് കമ്പനിയിലാന്ന് പറയുമ്പോഴേ അവിടെയാണ് ഈ ASPയുടെ ഒരു ഗുണം. അതായത് വി ഡെവലപ്പ് എ പ്രൊഡക്റ്റ് ആൻഡ് ഡെലിവറി ഇറ്റ് ആസ് എ സർവീസാ. അപ്പൊ ബാക്ക് ടു ബാക്ക് ഡെലിവറി വരുമ്പോ ടൈം ബൗണ്ടേഴ്സിന് ചിലപ്പോ ആ കഴിവേ പോകും ചിലപ്പോ. ഇവിടെ കിട്ടിയാ കിട്ടി. അപ്പൊ അതൊരു വലിയ എന്താ പറയാ, ഞാൻ എങ്ങനെ നോക്കിയിട്ടും അത് ഇത് ചെയ്തില്ല. അല്ല, പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇപ്പൊ ഹെൽ ഈസ് അതർ പീപ്പിൾ എന്നുള്ളത് അത് മെയിൻ പ്രശ്നമുണ്ടെന്നേ. ഇപ്പൊ നമ്മളിപ്പോ ഓപ്പറേഷൻസിനെ കുറിച്ചും സ്ട്രാറ്റജിയെ കുറിച്ചും റോളായിട്ട് എടുക്കുമ്പോ മറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് വെറുതെ ഇരിക്കില്ല എന്ന്. അവര് അവനല്ലേ തള്ളും, അവനെ ചെയ്യാൻ അറിഞ്ഞൂടാന്നുള്ളത് വന്നാൽ ഇപ്പൊ പണ്ട് ഓർമ്മയുണ്ട, മറ്റേ ഒരു ഫേമസ് ഡയറക്ടർ വന്ന് നല്ലൊരു സെഷൻ എടുത്തു. അപ്പൊ രജനീഷ് വർമ്മ പറഞ്ഞ ഓർമ്മയുണ്ട? ഇവരൊക്കെ ഡയലോഗ് അടിക്കും, നമ്മളല്ലേ ഇതൊക്കെ. അത് ഹിന്ദിയിലായിരുന്നു മാത്രം, അല്ല ഇംഗ്ലീഷിലായിരുന്നല്ലോ. അല്ല, അവൻ ഇംഗ്ലീഷിൽ പറഞ്ഞു. അപ്പൊ ലാലെ അതെങ്ങനെ നേരിടും? ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന് പറയുമ്പോ അതിനെ തട്ടിയാ പിന്നെ എന്ത് പറയാന്? അല്ല, മറ്റേ പുള്ളി ഗുരുവിനെ സെഷൻ എടുത്തേ, പക്ഷെ ഇവരെന്തോ തോണ്ടി. അപ്പൊ ഇവൻ അവിടെ ഇരുന്ന് ഞാൻ അടിക്കണ കേട്ടു. അത് അല്ല, അപ്പൊ അത് സോഷ്യൽ ഇത് നോക്കിയിട്ടാണ്. സോഷ്യൽ ആംഗിൾ ഇല്ലെങ്കിൽ പ്രശ്നമില്ല. അതായത് ഇപ്പൊ ജർമ്മനിയിലിരിക്കുന്ന വൈശാഖിന് യുകെയിലിരിക്കുന്ന എനിക്കത് നോക്കേണ്ട ആവശ്യമില്ല. അല്ല, അത് നിങ്ങൾ എനിക്കിട്ട് വെച്ചാണ്. അങ്ങനെയല്ല, അല്ല, എനിക്ക് മനസ്സിലായത്. അതായത് ഞാൻ എന്നെ എടുത്ത് തരാം, യു ആർ ഫൂൾ ഇനഫ് ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ് എന്ന്. മനസ്സിലായ? കറക്റ്റ്. അല്ല, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. ഞാൻ നിങ്ങളെ എതിർത്തില്ല. അതെനിക്ക് കൊണ്ടുവന്ന് ഈ
സോഷ്യൽ ക്യാപിറ്റലിന്റെ കാര്യം പറയുമ്പോണ്ടല്ലോ അത് പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇത് തന്നെ, കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഞാൻ ആ സമയത്തൊക്കെ വിചാരിച്ചിരുന്നത് എന്താ പറയുക, സത്യമായിട്ടും, അതായത് എന്തായാലും $1 ബില്യൺ ആയി, ഇനിയിപ്പോ പുതിയ ജീവിതമൊക്കെ നയിക്കണം. അങ്ങനെ ഈ മറ്റേ ഞാൻ ആ രീതിയിലല്ലേ പോണേ. ഞാൻ തിരിച്ച് പ്രസീദ് ബൈ 2025 പ്രസീദ് ബൈ 2019 എന്നാവണത് ഇപ്പോഴല്ലേ. അപ്പൊ അത് നല്ല ഇൻവെസ്റ്റ്മെന്റ് ആയി. പക്ഷെ അന്ന് അതല്ല, മനസ്സിലായില്ലേ. ഇനിയിപ്പോ ആകെ ഒരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഹാഡ് ഐ ഷോൺ പ്രൂഡൻസ് ഇങ്ങനെയാവുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അല്ല, പക്ഷെ ഈ ഹാൻഡ്സ് ഓൺ അല്ല എന്നുള്ളത് അത് ഇത് മാത്രമല്ല. അതിപ്പോ ഓക്കെ, നാട്ടിൽ നിൽക്കുമ്പോൾ അതൊരു വലിയ പ്രോബ്ലം. അത് പിടികിട്ടിയ അത് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ അടുത്തൊക്കെ വന്നിട്ടേ പെട്ടെന്ന് ഒരു കൺസൾട്ടിങ് എൻഗേജ്മെന്റിലൊക്കെ വന്ന് ഡാറ്റാബേസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, DBയുടെ പണിയൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കലേ ഉള്ളൂ. പൊളിറ്റിക്കൽ റിസ്ക് കണ്ടുണ്ട്. അല്ല, അത് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അറിയണോണ്ട്. അപ്പൊ എനിക്ക് ആരോപണം വന്നിട്ടുണ്ടേ, ചോക്ക് ചെയ്തു എന്ന് പറയും. ഇതിപ്പോ അതൊരു ഇപ്പൊ എനിക്കൊക്കെ ഒരു പറ്റിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ ഐ വാസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഈ അധികം പീപ്പിൾ സിസ്റ്റം സോഫ്റ്റ്വെയർ CAD-ഒക്കെ വരുമ്പോൾ അതിൽ അത്ര പീപ്പിൾ ഇൻവോൾവ്മെന്റ് ഇല്ല, മനസ്സിലായില്ലേ. പിന്നെ ഒരു പർട്ടിക്കുലർ ട്രേറ്റ് ഉള്ള ആൾക്കാരെ ഉണ്ടാവുള്ളൂ. പിടികിട്ടിയ ഇതിപ്പോ ഈ കോളേജിൽ നിന്ന് പാസ്സായ ഫ്രഷറും പിന്നെ ഇൻഡസ്ട്രിയിൽ മൂത്തു വന്ന ആൾക്കാരും സ്കില്ലന്മാരും പിന്നെ എന്താ പറയാ, ഈ ടെക്കികളുടെ തമ്മിലുള്ള അടി എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടുള്ള ആൾക്കാരൊക്കെ വരുമ്പോഴാണ് ആ ഒരു ഇത് വരുന്നത്. ഇപ്പൊ എനിക്ക് സ്പാനും ഇന്റൻസിറ്റി എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ടൈം ബൗണ്ട്നെസ് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, മനസ്സിലായില്ലേ. അല്ല, അങ്ങനെ ഇപ്പൊ എക്സ്ട്രീംലി ടൈം ബൗണ്ടഡ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഞാൻ ചിലപ്പോ കോൺട്രാക്ടിനൊക്കെ കയറുള്ളൂ, 6 months മനസ്സിലായ. ഇല്ലെങ്കിൽ നമ്മൾ കയറിയിട്ട് മാനസികമായിട്ട് അത് കോൺട്രാക്ട് ആണെന്ന് അക്കൗണ്ട് ചെയ്താൽ പോരെ. ഈ ടൈം ബൗണ്ടഡ് വർക്ക് സ്പാനിന്റെ കൂടെ ചെയ്യുന്നവൻ എന്നെ വെടിവെച്ച് കൊള്ളണമെന്ന് ഞാൻ പറയുള്ളൂ. ടൈം ബൗണ്ടഡ് വർക്ക് സ്പാനിൽ ചെയ്യുന്നത്, അതാണ് CEO. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അങ്ങനെ അതല്ലേ ഞാൻ പറയട്ടെ. ഇതൊരു ഈ വണ്ടർഫുൾ മോഡലാണ് ശരിക്കും, അല്ലേ. അതെ. അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നമുക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണമല്ലോ. അല്ല, എനിക്ക് ജോർഡൻ പീറ്റർസന്റെ സാധനമാണ് തലയിൽ കിടക്കുന്നത്. മറ്റേ ആർക്കാ അത് എടുക്കണ്ടേന്നുള്ളതാണ്. അതൊരു ക്ലാസ്. അത് പക്ഷേ ഞാനത് ഇൻഡിപെൻഡന്റ്ലി കണ്ടുപിടിച്ച എങ്ങനെ ഉണ്ടായിരുന്നു അന്ന്. ഞാൻ ചോദിച്ചപ്പോഴാണ് നിങ്ങളത് പറഞ്ഞത്. അല്ലേ, ഈ ആൾക്കാര് ഇപ്പൊ ഞാൻ പണ്ടൊക്കെ പോകുമ്പേ, നമ്പർ ഓഫ് CEOs ഇൻ ഇന്ത്യ, ദളിത് ന്യൂനപക്ഷ വിഭാഗം വളരെ കുറവുള്ളൂ, സ്ത്രീകള് അണ്ടർ റെപ്രസെന്റഡ് ആണ്, 100 കൂട്ടം പരാതികൾ ഇതിലൊക്കെ കാണും. അപ്പൊ ഞാൻ ആലോചിക്കും, ആരോടൊപ്പം ഈ പണിക്കൊക്കെ പോണേ. അപ്പൊ ഞാൻ ശരത്തിനോട് പറഞ്ഞു. അപ്പൊ ശരത്ത് പറയാണ്, ജോർഡൻ പീറ്റേഴ്സിനും ജെൻഡർ ഇതിന്റെ ചോദിച്ചപ്പോ, ഓക്കെ, ദ ക്വസ്റ്റ്യൻ ഷുഡ് ഹാവ് ബീൻ, ഓക്കെ, ഹു വുഡ് ലൈക്ക് ടു ടേക്ക് സച്ച് എന്താ ജോബ് എടുക്കാൻ, മനസ്സിലായ. ഒരാള് വേണമെന്ന് ചെയ്യും. പക്ഷെ CEO ആയാലേ ലൈഫ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോവുകയാണെങ്കിൽ സ്റ്റാറ്റസിനോ കാശിനോ അല്ലേ പോവുള്ളൂ, അല്ലാണ്ട് ഇല്ല. അത് ഡ്രീം ആയി കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാട്ടോ. എന്തിന് സൊല്യൂഷൻ ആർക്കിടെക്റ്റ് ഡ്രീം ആയിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഞാൻ കുറെ പേരെ പറയാം. അതൊക്കെ മിക്കവാറും ഈ വിപ്രോ, ഇൻഫോസിസ്, UST ഇവിടെയൊക്കെ പോയിട്ട്
ഒരു 8 കൊല്ലം കഴിഞ്ഞ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കവറ്റ് ചെയ്യുന്ന പൊസിഷൻ ഏതാണെന്ന് അവൻ ആർക്കിടെക്റ്റ് ആണെന്ന് പറയുള്ളൂ. അല്ല അത് തെറ്റൊന്നുമില്ല, ഞാൻ അങ്ങനല്ല, ഞാൻ തമാശക്ക് ചോദിച്ചാണ് ആരാണെന്ന്. ആ അല്ല അല്ല അത് ഇതിപ്പോ അല്ല സർവീസ് കമ്പനിയിൽ ചെയ്യാൻ കൊള്ളാവുന്ന വർക്ക് അതാണ്. ഡൗട്ട് അല്ലല്ല അതാണ് ഞാൻ പറഞ്ഞിട്ടെ ഈ സർവീസ് കമ്പനി ആൾക്കാർ അല്ല മറ്റേ പിള്ളേർ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോളൊക്കെ എടുക്കുമ്പോ വെറുതെ ഇരിക്കുകയെന്ന് അവിടെ റെസ്പോൺസിബിലിറ്റി 3 ഇരട്ടി ആയിരിക്കും. അതെ. അല്ല ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ആൾക്കാര് എഞ്ചിനീയർ, അതായത് ഡെലിവറി പോയിന്റ് ഓഫ് വ്യൂലാണ് അത് ബെറ്റർ ആവുന്നത്. മറ്റേ കൺസൾട്ടിങ് പോയിന്റ് ഓഫ് വ്യൂല് സൊല്യൂഷൻസ് ആർക്കിടെക്ട് റോൾ സർവീസ് കമ്പനി തന്നെയാണ് ബെറ്റർ എന്നാണ് എന്റെ ഡൗട്ട്. എന്താ അതിന്റെ പേരിലാണ് ഞാൻ പലരും പറയേ പ്രൊഡക്റ്റ് ഞങ്ങൾ പ്രൊഡക്റ്റ് കമ്പനിയിലാണ്. പ്രൊഡക്റ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിയനാവും. മറ്റേ ഡൈനാമിസം കുറെ കഴിയുമ്പോ ഇല്ലാണ്ടാവും. മറ്റേത് ആ ഒരു റൊട്ടേഷനിൽ അങ്ങോട്ട് അടിച്ചു പൊളിക്കണല്ലേ അത്. അപ്പൊ ഒരു ഇതാണ്. മറ്റേ എങ്ങനെയുണ്ട്? ടെക് പേഴ്സൺ ഡീറ്റെയിൽ ഓറിയന്റഡ് കനോട്ട് ബി ഗുഡ് മാനേജേഴ്സ്. എവിടെ ഏറ്റവും അടിയിലിട്ടുണ്ട് ടെക് പേഴ്സൺ ഡീറ്റെയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് പോവൂലേ? അതായത് ടോപ്പ് ലെവൽ വ്യൂ വരുമ്പോ ഡീറ്റെയിൽ നോക്കാൻ പറ്റാത്തൊരു ഇതിലേക്ക് വരില്ലേ? ടോപ്പ് ലെവൽ വ്യൂ വരുമ്പോ അല്ല നമ്മൾ അങ്ങോട്ടേക്ക് പൊങ്ങൂലല്ലേ. അല്ല ഇപ്പൊ ടോപ്പിൽ നിൽക്കണ ഒരാൾക്ക് ടോപ്പിൽ നിൽക്കണ ആള് നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാല് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സോഫ്റ്റ്വെയറിൽ ഒരു ജോലി എന്നുള്ളതിനപ്പുറത്തേക്ക് കുറെ എക്സ്പ്ലോറേറ്ററി കുറെ നൈസർ കുറെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇഫ് യു ലൈക്ക് ടേക്ക് അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിലിങ്ങനെ പല രീതിയിൽ ചിലർക്ക് ആർക്കിടെക്ചർ ആയിരിക്കും, ചിലർക്ക് ഡിസൈൻ ആയിരിക്കും, ചിലർക്ക് പ്രോസസ് ആയിരിക്കും, ചിലർക്ക് ഫംഗ്ഷൻ പ്രോഗ്രാമിംഗ് ആയിരിക്കും, ചിലർക്ക് ഊപ്പ് മര്യാദയ്ക്ക് ചെയ്യുന്നതായിരിക്കും, ലൈബ്രറി ഡിസൈൻ, അങ്ങനെ പല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രഷർ വരികയാണ് വൺസ് പർട്ടിക്കുലർ സ്റ്റേജ് കഴിയുമ്പോൾ. അത് എസ്പെഷ്യലി അത് ഇന്ത്യയിൽ അത് കൂടുതലാവുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര കാലം വർക്ക് ചെയ്തു എന്നുള്ളത് നോക്കണേ, എന്ത് ചെയ്തു എന്നുള്ളത് നോക്കുന്നില്ലായിരുന്നു. അതിന് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തിയത് പ്രൊഡക്റ്റ് കമ്പനീസ് തന്നെയാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ASP കുറച്ചും കൂടി നല്ലൊരു, അതായത് ഡെവലപ്പ് എ പ്രൊഡക്റ്റ് ആൻഡ് ഡെലിവറി ടച്ച് സർവീസ് ആയതുകൊണ്ട് അവിടെ പ്രൊഫഷണൽ സർവീസസിൽ മറ്റേ ടെക്നോളജി ടെമ്പർമെന്റ് ഉള്ളവരും മറ്റേ ഈ കൺസൾട്ടിങ് ടെമ്പർമെന്റ് ഉള്ളവരും അല്ലെങ്കിൽ ക്ലയന്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നവരും, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അതിന്റെ എഞ്ചിനീയറിംഗ് ഡിവിഷൻ. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. എന്റർപ്രൈസ് ആർക്കിടെക്ചർ ഗ്രൂപ്പ്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, പിന്നെ മറ്റേ പ്രൊഫഷണൽ സർവീസസ്, QA ഒക്കെ ഓഫ് കോഴ്സ്. ഈ മൂന്ന് ഡിവിഷൻസ് ഉണ്ടാവും എല്ലാ എന്റർപ്രൈസ് കമ്പ്യൂട്ടിംഗ് സ്ഥലത്തും ഈ സാധനം. മനസ്സിലായില്ലേ? അതായത് ഡീറ്റെയിൽസ് അറ്റ് ദ റൈറ്റ് സ്കെയിലാണ്. അതായത് ടെക് പേഴ്സൺ ആക്ച്വലി ഗുഡ് മാനേജർ ആയിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു ഡെലിബറേറ്റിൽ എടുക്കുവാണെങ്കിൽ. അങ്ങനെയല്ല, അതൊരു ടോപ്പ് 5-10% അതായിരിക്കും. അത് ഞാൻ സമ്മതിച്ചു. അതായത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഫാക്ട് ദാറ്റ് വി ക്യാൻ ഐഡന്റിഫൈ ദിസ് ട്രേറ്റ്സ് ഡസ് ഇറ്റ് സെൽഫ് ഷോ ദാറ്റ് ഓക്കെ ഒരു ഇത്തിരി റീസ്ട്രക്ചറിങ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുമെന്നാണല്ലോ. പക്ഷേ ഈ അങ്ങനെ അത് ഐഡന്റിഫൈ ചെയ്യാനോ ആ രീതിയിൽ തോട്ട് ഇട്ടിട്ടില്ലെങ്കിൽ ഹീൽ ബി ഇൻ എ സ്ട്രേഞ്ച് ലാൻഡ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞ പോയെന്ന് വെച്ചാല് ഹാൻഡ് വേവ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ ഭയങ്കര ശാസ്ത്രജ്ഞനായിരിക്കാം, പക്ഷെ നിങ്ങൾ പ്രോഗ്രാമർ ആകുമ്പോ കുറച്ച് ദൈവവിശ്വാസം വേണം അല്ലെ? ബഗ്ഗൊക്കെ വരുമ്പോ നിങ്ങൾക്ക് വേറെ വഴിയുണ്ടോ? അതിപ്പോ ഇപ്പൊ അലക്സ് ഒക്കെ പ്രാർത്ഥിക്കണ്ടാവും എനിക്ക് വേണം. നിങ്ങക്ക് മനസ്സിലായോ? അലക്സ് കേൾക്കണ്ട. അപ്പൊ ഞാൻ അപ്പൊ കൺസൾട്ടന്റ് ആവുമ്പോ എന്താണെന്നറിയാവോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു പ്രൊജക്ട് സർവീസ് കമ്പനി ബിസിനസ് പിടിക്കും, അല്ലെങ്കിൽ മിക്ക ബിസിനസ്സിലും ഒരു കൺസൾട്ടേറ്റീവ് സൈക്കിൾ ഉണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊജക്ടിനെ ഇനിഷ്യൽ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ആസ് ദ പ്രൊജക്ട് സ്പാൻസ് ഔട്ട് ന്യൂ ചേഞ്ചസ് ഒക്കെ വന്നിട്ട് ഇത് റീനെഗോഷിയേറ്റ് ചെയ്യും. ഏത് ഈ എൻഗേജ്മെന്റ്. അങ്ങനെയാണ് മിക്ക പൈസ ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ ഒരു
സെയിൽസ്, മാർക്കറ്റിംഗ് അതിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അത് നാച്ചുറലാണ്. ഈ പ്രീ സെയിൽസിലൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു ഒരു ടെക്കിക്ക് അത് പറ്റില്ല. മനസ്സിലായില്ലേ? അതായത് അയാളൊരു കോമ്പറ്റന്റ് ഡെവലപ്പർ ആണെന്ന് വെച്ചോ. അയാൾക്ക് 15 ദിവസം ഡെലിവറി ഇട്ടിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് ടീം വന്നാൽ പോലും 15 ദിവസം എടുക്കുന്ന അവിടെ ഇടാനുള്ള ധൈര്യം നല്ല ടെക്കിക്ക് ഉണ്ടാവില്ല. ഇതിനെ കുറിച്ച് അറിയാവുന്ന ആൾക്ക് കൂടെ ചെയ്യാൻ പറ്റും. പിടികിട്ടിയ? അറിയാത്ത ആൾക്ക്. അപ്പൊ നമ്മൾ അപ്പൊ പല ആൾക്കാരും എന്താ ഇപ്പൊ എന്നോട് ഒരു വിളി പറഞ്ഞിട്ടുണ്ട്. പൈയുടെ ഈ മറ്റേ സോഫ്റ്റ്വെയറിന്റെ ഈ റിജിഡ് ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാവോ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മള് അത് കൊള്ളാം. ഇനിയിപ്പോ നമ്മുടെ കമ്പനിയുടെ സ്ഥിതിയിലാണെങ്കിലും ചിലപ്പോൾ അത് നല്ലതൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മുടെ കമ്പനി ഓടുന്നത് അങ്ങനെയല്ല. മനസ്സിലായില്ലേ? നമ്മള് അപ്പപ്പോ കാര്യങ്ങൾ ചെയ്യാം. പുതിയ ക്ലയൻസ് വരും, പുതിയ ഇത് വരും, ചേഞ്ച് റിക്വസ്റ്റ് വരും, ഫീസിന് റീനെഗോഷിയേറ്റ് ചെയ്യും, ട്രസ്റ്റ് എടുക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ പല സ്ഥലത്തും ഹാൻഡ് വേവ് ചെയ്യേണ്ടി വരും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതായിട്ടാ വന്നത് എനിക്ക്. മനസ്സിലായില്ലേ? അല്ല, അത് കോസ്റ്റ് ഓഫ് ആർക്കിടെക്ചറൽ ഡിസിഷൻ അസസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല അവിടെ, അല്ലെങ്കിൽ അവിടെ ആരോ ചെയ്തില്ല അത് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ളതാണ് എന്റെ ടേക്ക്. അല്ല, പക്ഷെ അവിടെ അതല്ല വരുന്നത്. അവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനികളിൽ ബെഞ്ച് എന്ന് പറയുന്ന സാധനമുണ്ട്. ആൾക്കാർക്ക് പരിക്ക് പറ്റുമെന്നും പരിക്ക് പറ്റുന്നവർക്ക് വേണ്ടി ഒരു ആശുപത്രി ആയിട്ടുള്ള ബെഞ്ച് ഉണ്ടെന്നും ഇനി അവിടെ ആൾക്കാരെ ആ കമ്പനിയുടെ ഇപ്പൊ മിക്ക സർവീസസ് കമ്പനിയുടെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആൾക്കാരെ ഒക്യുപ്പൈ ചെയ്യുന്നില്ല കാര്യം, പ്രൊജക്ടിന്റെ ഔട്ട്കമ്മിലല്ല. പിടികിട്ടിയ? അല്ല സാർ, അതാണ് അവിടെ ഈ അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്? മറ്റേ ക്ലയന്റ് ആയിരിക്കും. ക്ലയന്റ് ആണ്. അപ്പൊ ആ ചോയ്സ് ക്ലയന്റ് സ്റ്റേക്ക് ഹോൾഡർ രണ്ട് രീതിയിലുണ്ട്. അതായത് ബിസിനസ് ടാർഗറ്റിന്റെ പേരില് നമ്മുടെ ഡെലിവറി മാനേജറും മറ്റേ ആക്ച്വലി അതിന്റെ ആർട്ടിഫാക്ട്സിന്റെ ക്വാളിറ്റി മറ്റൊരുതായിരിക്കും. അതെ. ഞാൻ ആ വാല്യൂ ഇതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് കണ്ടുള്ളത്. ഈ സോഫ്റ്റ്വെയർ സെൻട്രിക് ആയിട്ട് നോക്കിയതാ അത്. അല്ല, മറ്റേത് കറക്റ്റ് ആണ്. മറ്റേ റവന്യൂ പോയിന്റ് ഓഫ് വ്യൂ ഇവർക്കുണ്ട് സ്റ്റേക്ക്. അല്ല, അപ്പൊ പക്ഷെ ആക്ച്വലി മറ്റേ അതായത് ക്ലയന്റ് ആണ് അപ്പൊ ആ ഡിസിഷൻ, ആ ചോയ്സ് എടുക്കേണ്ടത് ശരിക്കും. അതെ. അപ്പൊ അതിപ്പോ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ചിലപ്പോ അവിടെ ഇരിക്കുന്ന അത്ര സ്ട്രാറ്റജിക് അസറ്റ് ആയിരിക്കില്ല. ചിലപ്പോ വേറെ ഏതെങ്കിലും ഇപ്പൊ ഇവരൊക്കെ ചില സിനർജി വെച്ചിട്ടാണ്. അതായത് ചിലപ്പോ ഒരു പ്രൊജക്റ്റിലെ നഷ്ടം അവിടെ നിന്ന് ചെയ്തു തരാം, നിങ്ങൾക്ക് അവിടെ റീബിൽഡ് ചെയ്യാന്നൊക്കെ പറ്റും. ഇങ്ങനെ നമുക്കറിയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ചിലപ്പോ ചില പ്രൊജക്റ്റ് ചോര ഒടിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അതായത് അവിടെ പാസ്ത പക്കായിരിക്കും. അവിടെ ഇരിക്കുന്ന CXOക്ക് അല്ലെങ്കിൽ വെണ്ടർ മാനേജർക്ക്, അല്ലെങ്കിൽ വെണ്ടർ മാനേജർ അല്ല, അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡർക്ക് ഇത് ഒരു തലവേദനയുണ്ട്. അയാളുടെ ഓൺ ടീമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പാർട്ട്ണർക്ക് ഔട്ട്സോഴ്സ് ചെയ്യാന്നുള്ളതല്ലേ. ആ പ്രോബ്ലം ഉണ്ട്. അല്ല, അത് മനസ്സിലായി. ഈ അതായത് ഇപ്പൊ സ്കിൻ ഇൻ ദ ഗെയിം മോഡലില് നമ്മൾ അവർക്ക് കറക്റ്റ് വാല്യൂ പ്രൊപ്പോസിഷൻ ആണ് കൊടുക്കണമെങ്കിൽ അത് സെലക്ട് ചെയ്യേണ്ടത് സ്റ്റേക്ക് ഹോൾഡർ ആണെന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാനിപ്പോ സോഫാർ നമ്മുടെ ഒരു ഈ ചർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിച്ച് സ്ട്രക്ചറലി ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറെ പെയിൻ പോയിന്റ് കുറയ്ക്കുന്ന കുറെ ഐഡിയാസ് ഇപ്പൊ ഇതിൽ നിന്ന് വന്നിട്ട് എനിക്ക് അതായത് നമ്മൾ കാലെ കൂട്ടി നമ്മൾ എടുക്കാം. ഇപ്പൊ ഞാൻ പറയട്ടെ, എനി റിസ്ക് നമുക്ക് എടുക്കാം. നമ്മളത് മിറ്റിഗേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലേ? അപ്പൊ ഇങ്ങനത്തെ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ചർച്ചയൊക്കെ നമ്മൾ അങ്ങനെ എടുക്കണം. മനസ്സിലായില്ലേ? കാരണം മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ എന്ത് ചെയ്യുമ്പോഴും ഒരു കുറ്റബോധം ഉണ്ടാകാൻ പാടില്ല. അവിടെയാണ് അതിന്റെ കാര്യം. അതായത് ഇപ്പൊ ഓക്കെ, ഇതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല, ഓക്കെ, ഐ ലോസ്റ്റ് ഇറ്റ്, ലെറ്റ് ഇറ്റ് ബി. നമുക്ക് നമ്മൾ ഈ ചെയ്യുന്ന ആക്ഷൻ നമുക്കിപ്പോ ലൈഫില് മറ്റേ 20 ആളെ പറ്റിച്ചാൽ മതി, 40 കൊല്ലം ജീവിച്ചു പോവാം. അതായത് അത്ര വലിയ ഡിഫിക്കൽട്ട്. ഇത് ഞാൻ പണ്ട് ഒരു പർട്ടിക്കുലർ പുള്ളീനെ
കണ്ടപ്പോ പുള്ളിനെ ഞാൻ സമപ്പ് ചെയ്തതാ. ഇല്ല മനസ്സിലായല്ലേ? ഏതാ അല്ല, ആളെ മനസ്സിലായെന്ന് പറഞ്ഞു. ആ അപ്പൊ ഈ പോയി മനസ്സിലായില്ലേ? അപ്പൊ ഈ ആ രീതിയിലാണ് എടുക്കണേന്ന് പറഞ്ഞിട്ടല്ല. അപ്പൊ ഞാൻ അസംഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വി എൻജോയ് അവർ വർക്ക്, we like it, we want to continue, but unfortunately environment and structuring of the industry is not conducive to subject matter expert. അപ്പൊ നമ്മൾ എങ്ങനെ ഈ ഇഷ്യൂസ്, അതായത് ഓൾഡ് ബോയ്സ് നെറ്റ്വർക്കിന്റെ ഉള്ളിൽ പെടാൻ പാടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് വർക്കിന്റെ ഇടയിൽ ജീവിക്കുക. ഈ വർക്കിന്റെ ഇടയിൽ ജീവിക്കുന്നതാണ് കേട്ടോ ജീവിതത്തിന്റെ ഇടയിൽ വർക്ക് ചെയ്യണേക്കാൾ നല്ലത്. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ജീവിതത്തിനിടയിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഈ പരമാവധി ടൈം നമ്മൾ വർക്ക് ചെയ്ത് കളയാണ്. ഇന്ന് വർക്കിന്റെ ഇടയിൽ ജീവിക്കുമ്പോൾ വർക്കിലാണല്ലോ, നിങ്ങൾ ചിലപ്പോൾ ഇൻഹിബിഷൻ ഉണ്ടാവില്ല, നിങ്ങൾക്ക് പ്രോക്രാസ്റ്റിനേഷൻ കുറവായിരിക്കും. കാരണം അത് തീർത്തിട്ട് വേണമല്ലോ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ. റെസ്റ്റ് എടുക്കാന്നല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ അതിന്റെ ഇടയിൽ. മനസ്സിലായില്ലേ? അത് കാരണം ഞാൻ അസ്യൂം ചെയ്യുന്ന സ്പാൻ ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. ഷോർട്ട് പീരീഡിലോട്ടുള്ള വർക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഒരു 2 വർഷമൊക്കെ നിൽക്കുന്ന അങ്ങനത്തെ ജോബൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രീഡം ഉണ്ടാവില്ല എന്തെങ്കിലും ചെയ്യാൻ. അല്ല അതാ ഞാൻ ഇല്ല, പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് നല്ല സ്പാൻ ഉണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നല്ല സ്പാൻ ഉണ്ട്, ടൈം ബൗണ്ടേഴ്സ് ഉണ്ടെന്ന് വെച്ചോ. നമുക്ക് ഇപ്പൊ ബാങ്കിൽ പോണം, കൊച്ചിന്റെ സ്കൂളിൽ പോണം. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മൾ ജീവിതത്തിനിടെ പോകുമ്പോ എന്താണ്, അതൊക്കെ പോയി വരുമ്പോഴേക്കും നമുക്ക് ഓഫീസിൽ ലീവ് ഒക്കെ എടുക്കേണ്ടി വരും. ഇവിടെ കിട്ടിയാ ലീവ് എടുത്ത് പോണമെന്നല്ല ഞാൻ അതല്ല പറയണത്. അതായത് നമുക്ക് ആ ഇതുണ്ടാവില്ലല്ലോ, അതായത് ഫ്രീഡം ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാനിത് 2013 കണ്ടുപിടിച്ച ടെക്നിക്കാ. അതായത് ഞാൻ അത്രയും കാലം ഈ വർക്ക് ഞാൻ അതത്ര പ്രാക്ടീസ് ഒന്നും ചെയ്തൊന്നുമില്ല, ഞാൻ സ്റ്റഡിയിൽ കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തത്. അതായത് വർക്കിന്റെ ഇടയിൽ ജീവിക്കേണ്ടി വരും എന്ന് ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്തു എനി ഹയർ ലെവൽ റോളിന്. ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ, അതായത് മറ്റേ ഈ പല ഡൊമസ്റ്റിക് വർക്കും പലർക്ക് സാധനം വരെ കോളിൻ്റെ ഇടയിലൊക്കെ വാങ്ങിച്ച് കോളൊക്കെ ഒരു പ്രത്യേക കാറിൽ നിന്ന് എടുക്കുക. അങ്ങനെ ഒരു അങ്ങനെ എടുത്തിട്ട് എന്താ പറയാ, ഈ വീട്ടിൽ ഫ്രീ ആവാൻ നോക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായില്ല? അതൊരു കഴിവാണത്. അല്ല, അത് ചെയ്യാൻ പറ്റും. ഞാൻ ഉദ്ദേശിച്ചത് നമ്മ ഓഫീസിൽ ഇരിക്കുവാണെങ്കിൽ ഇതൊന്നും നടക്കില്ലല്ലോ. അല്ലല്ല, അപ്പൊ അവിടെയാണ് ആ ഒരു, ഇപ്പൊ അതൊരു സീനിയർ അല്ലാതെ ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതായത് ഓഫീസിൽ നിന്ന് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങളുടെ മാനേജർ മറ്റേ പ്രൊഡക്ടിവിറ്റി ഒക്കെ അളക്കുന്ന മറ്റേ ടേപ്പും തൂക്കി മെഷർ ചെയ്യുന്ന ആളാണെങ്കിൽ കഴിഞ്ഞ്. മനസ്സിലായില്ലേ? പക്ഷേ അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലേ. ഇപ്പൊ ഓപ്പറേഷൻസ് ഹയർ ലെവൽ റോൾ എടുക്കുമ്പോഴാണ് ഈ വർക്കിന്റെ ഇടയിൽ ജീവിക്കേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ചർച്ച അതായത് സ്പാൻ, അതായത് ഒരു ദിവസം എത്ര ടൈം വർക്ക് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഒരു ഡയറക്ടറിന്റെ കേസിലാണെങ്കിൽ കാലത്ത് 6 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 10 മണിക്കൊക്കെയാണ് പലരുടെയും വൈകുന്നേരമാവും. അതിനിടയ്ക്ക് വല്ല ലഞ്ച് ടൈമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടിയാലായി. അപ്പോൾ ഇന്ന സ്ഥാനത്ത് ഒരു ടെക്നോളജി ആൾക്കാർക്ക് അത്ര ഈ കുഴപ്പമുണ്ടാവാറില്ല. മിക്കവാറും മീറ്റിംഗ്സ് ഒക്കെ ക്ലസ്റ്റർ ചെയ്ത് വരും. അപ്പോൾ ഇറ്റ് ഇസ് വെരി ഈസി ടു ബിക്കം എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദാൻ ആൻ ഓപ്പറേഷൻസ് ഗൈ ഫ്രം എ ടൈം മാനേജ്മെന്റ് ആസ് വെൽ ആസ് എ ഫണ്ട് പെർസ്പെക്റ്റീവ്. പക്ഷേ വിത്ത് സ്യൂട്ടബിൾ once a software engineer switch to an operation role and if he continues there, then he can never come back to software engineering എന്നൊരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ റോൾ ആയിട്ട് എടുക്കുന്നതിനെ കുറിച്ച് ഇത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ then you should be willing to move places so that the odds for your success improves. പിന്നെ if you want to go to operations or executive role, നല്ലൊരു ഓൾഡ് ബോയ്സ് നല്ലൊരു നെറ്റ്വർക്ക് കൾട്ടിവേറ്റ് ചെയ്യണം.
നോട്ട് സി അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. സോ ഒരു ടെക്നോളജിസ്റ്റിന് അത്രയും കാഷ്വൽ ആയിരിക്കില്ല. ഇപ്പോൾ ലൈഫ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയും പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റിയും ചുറ്റുപാടുള്ള അതർ കൺസ്ട്രെയിൻസ് കാരണം ഒരു മെക്കാനിക്കൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓപ്പറേഷൻസ് റോളും ബീറ്റ് സ്ട്രാറ്റജിക്. അപ്പോൾ ഓപ്പറേഷൻസ് റോൾ എടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡിന് എടുക്കുക. അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിലെ മാതിരി തന്നെ ഈ 3 സ്പാനും ഇൻറ്റൻസിറ്റിയും ടൈം ബൗണ്ടഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് മറ്റേ എന്താ പറയുക ട്രൈ ടു ക്യാഷ് ഓൺ. പക്ഷേ അത് വർക്ക്സ് ഓൺലി ഇൻ തിയറി. ഒരു ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എക്സിറ്റ് ഭയങ്കര കോസ്റ്റ്ലി ആണ്. അപ്പോൾ അത് ഇത് ചെയ്യാൻ പറ്റുമോ? പിന്നെ മാനേജ്മെന്റ് ഓക്കെ, ആക്സിഡന്റൽ മാനേജർ എന്നൊക്കെ പറഞ്ഞ മാതിരി നമുക്ക് CXO പൊസിഷനിലേക്കൊക്കെ പോവാം. പക്ഷേ അതർവൈസ് ഇറ്റ് ഇസ് എ ലോങ് പ്രോസസ്സ്. ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ ഇൻറ്റൻസിറ്റിയിലും സ്പാനിലും ഓർഗനൈസേഷൻ്റെ കോണ്ടെക്സ്റ്റിനോടൊക്കെ കമ്മിറ്റ്മെന്റ് കാണിച്ചാലേ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഇതുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ടോക്സിക് നെറ്റ്വർക്കിങ്ങും ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് try to extend their stint as software engineers to the extent possible. Someday you should be willing to take operation role as an operation, and if the situation demands, plunge into it. There are some strategies which we discussed. I hope this was useful. Nani, namaskar.